1990 ആകാശത്തു നിന്ന് നൂലറ്റ് വീഴുന്ന ഓരോ മഴത്തുള്ളിക്കും മണ്ണിൽ വീഴുമ്പോൾ പറയാൻ 1000 കഥകളുണ്ടായിരുന്നു. പച്ചപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന കേരളത്തിലെ ആ കൊച്ചു ഗ്രാമത്തിലേക്ക് ഒരു വിദേശയാത്രയുടെ ആലസ്യം പേറി ആ കുടുംബം എത്തിച്ചേർന്നു. അമേരിക്കയിലെ തിരക്കേറിയ ജീവിതം അവസാനിപ്പിച്ച് വേരുകൾ തേടിയുള്ള ആ മടക്കയാത്ര ചെന്ന് നിന്നത് പായൽ പിടിച്ച മതിലുകളുള്ള ആ പഴയ തറവാട് വീടിന്റെ മുറ്റത്തായിരുന്നു. ലോറിക്കുള്ളിലെ സാധനങ്ങൾ ഓരോന്നായി ഇറക്കി വെക്കുന്നതിന്റെ ബഹളം മുറ്റത്ത് നടക്കുന്നുണ്ട്. വീടിന്റെ ഉമ്മർത്ത് നിന്നുകൊണ്ട് കാരണവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കേശവ, ആ ഡ്രൈവർക്ക് എത്രയാന്ന് വെച്ചാ കൊടുത്തു തീർത്തേക്ക്. അതും പറഞ്ഞ് ആ വീട്ടിലേക്ക് അവർ കയറി. പൂമ്പാറ്റയെ പോലെ ആ വീടിനുള്ളിലേക്ക് അവൾ ഓടിക്കയറി. വെളുത്ത ഫ്രോക്കിന്റെ അറ്റങ്ങൾ പിടിച്ചുയർത്തി ഓരോ മുറികളിലൂടെ അവൾ കൗതുകത്തോടെ പാഞ്ഞു നടന്നു. ഒടുവിൽ തടിയിൽ തീർത്ത വലിയ ജനാലകളുള്ള പുറത്തെ തോട്ടത്തിലേക്കാണ് തുറക്കുന്ന ആ മുറിക്ക് മുന്നിൽ അവൾ നിന്നു. അവിടുത്തെ മരപ്പണികളിൽ തട്ടിവരുന്ന കാറ്റിന് ഒരു പ്രത്യേക ഗന്ധമായിരുന്നു. ആഹാ, ഇത് മതി, എനിക്ക് ഇത് മതി. സന്തോഷം കൊണ്ട് കണ്ണുകൾ തിളങ്ങിക്കൊണ്ട് അവൾ ഉറക്കെ പറഞ്ഞു. ഇത് സാറാ കുര്യൻ, 22 വയസ്സ്, PG സെക്കൻഡ് ഇയർ ആണ്. ജനാലക്കൽ വന്നു നിന്ന് പുറത്തേക്ക് നോക്കുന്ന സാറ ഒരു മനോഹരമായ ചിത്രം പോലെയായിരുന്നു. വിടുന്ന കണ്ണുകളിൽ തന്നെ നാടിനെ കാണുന്നതിന്റെ തിളക്കമായിരുന്നു ഉണ്ടായിരുന്നത്. മുടിയിഴകൾ അവളുടെ നെറ്റിയിൽ നനഞ്ഞ കാറ്റിൽ പാറി വീഴുന്നു. ആ ചിരിയിൽ ലാളിത്യമുണ്ടായിരുന്നു. അമേരിക്കയിലായിരുന്ന ഇവർ അവിടുത്തെ വാസമതിയാക്കി ഇവിടെ വന്നതാണ്. കുര്യന്റെ 4 മക്കളിൽ ഏറ്റവും ഇളവളാണ് സാറ. മൂത്തതായി 3 ചേട്ടന്മാരാണ്. ഒരാൾ ഇവിടെ കൂടെ തന്നെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഒരാൾ പട്ടാളത്തിലാണ്, മറ്റൊരാൾ ബിസിനസ് നടത്തുന്നുണ്ട്. നാട്ടിലെ ഒരു കോളേജിൽ തന്നെ അഡ്മിഷനൊക്കെ ശരിയാക്കിയതിന് ശേഷമാണ് അവരിങ്ങോട്ടേക്ക് വന്നത്. അവളെ തുറന്നു പഠിപ്പിക്കാൻ കുര്യന് വലിയ താല്പര്യമില്ലെങ്കിലും ഒരേ ഒരു മകളുടെ വാശിക്കുമ്പിൽ അയാൾ കീഴടങ്ങിയായിരുന്നു. അവരവിടെ വന്നിട്ട് 2 മാസത്തോളം പിന്നിട്ടു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾ മുറ്റത്തെ ചെടികളോടും പൂമ്പാറ്റകളോടും കഥ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ അയാളെ ശ്രദ്ധിക്കുന്നത്. തൊട്ടപ്പുറത്തെ വീട്ടിൽ ഗൗരവമുള്ള മുഖത്തോടെ ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നവനെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആരും മയങ്ങുന്ന സൗന്ദര്യമാണവന്. അവൻ സിദ്ധാർത്ഥ്, 24 വയസ്സാണ്, PG ഫൈനൽ ഇയർ. വന്നിട്ട് 2 മാസമായിട്ടും പുതുതായി കാണുന്ന തന്റെ അയൽക്കാരനെ കണ്ടപ്പോൾ അവൾ കൗതുകത്തോടെ അതിലേറെ ആകാംക്ഷയോടെ അയാളോട് പറഞ്ഞു, ഹലോ. എന്നാൽ അവന്റെ പക്കൽ നിന്നുള്ള മൗനം അവളെ നിരാശയാക്കി. അവൾ 1-2 പ്രാവശ്യം കൂടെ അവനെ വിളിച്ചു. എവിടെ? അവനൊന്നും തിരിഞ്ഞു നോക്കുന്ന കൂടെ ഇല്ല. ഓ ജാട, അങ്ങയുടെ പറമ്പ് സ്ഥലം എന്റെ പേരിൽ എഴുതിത്തരുമെന്നല്ലോ ചോദിച്ച്. ഹലോയല്ലേ പറഞ്ഞോളൂ, ജാട തിണ്ടി. അയാൾ അവളെ നോക്കുക ചെയ്യാതെ ഉള്ളിലേക്ക് കയറിപ്പോയി. അവൾ തന്റെ ചേട്ടന്റെ മുറിയിലേക്ക് ഓടി. സാറയ്ക്ക് ഈ വീട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ടത് അവളുടെ ഇച്ചായനെയാണ്. അവനവളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളാണ്. ഇച്ചായോ? അവൾ അവന്റെ അരികിലിരുന്നു. എന്താണ് ചോദിച്ചേ? അവളുടെ ഇച്ചായൻ സ്റ്റീഫൻ കുര്യൻ, 27 വയസ്സാണ് ആൾക്ക്. കോളേജ് പ്രൊഫസറാണ്. അവനവളുടെ താടിയിൽ തലോടി ചോദിച്ചു, എപ്പോഴാണ് നമ്മൾ കോളേജിൽ പോകുന്നത്? അവിടെയുള്ളവർ എങ്ങനെയായിരിക്കും? കൊച്ചതോർത്ത് വിഷമിക്കണ്ട, എല്ലാം നല്ലവരായിരിക്കും. 4 ദിവസം കൂടി കഴിഞ്ഞ് നമുക്ക് പോവാം. ഈ ചായനുള്ളതാ ആകെയുള്ളൊരു സമാധാനം. ഈ ചായന്റെ കരുതൽ അവൾക്ക് അത്രമേൽ ആശ്വാസമായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലും സാർ അവനെ പലപ്പോഴും കണ്ടു. സിദ്ധാർത്ഥ്, അതായിരുന്നു അവന്റെ പേരെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. അവൾ നോക്കുമ്പോഴൊക്കെ അവൻ എന്തെങ്കിലും പണിയിലായിരിക്കും. ഒരിക്കൽ പോലും അവൻ അവിടെ സാന്നിധ്യം ശ്രദ്ധിക്കുന്നതായി തോന്നിയില്ല. ഒരു വൈകുന്നേരം ആകാശം ചുവന്നു തുടുത്തി നിൽക്കുന്ന സമയം സാറ മതിലിനടുത്ത് നിൽക്കുകയായിരുന്നു. യാദൃശ്ചികമായി സിദ്ധാർത്ഥ് തല ഉയർത്തിയപ്പോൾ അവന്റെ നോട്ടം സാറയുടെ നേർക്ക് നീണ്ടു. അവൾ പതുക്കെ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അപ്രതീക്ഷിതമായ ആ പുഞ്ചിരി കണ്ടതും സിദ്ധാർത്ഥവും നിശ്ചലനായി. അവന്റെ കണ്ണുകളിൽ അമ്പരപ്പായിരുന്നു. കുറച്ച് സെക്കൻഡുകൾ അവൻ അവളെ തന്നെ നോക്കി നിന്നു. ശേഷം ആരും കാണാത്ത വിധം വളരെ സാവധാനം അവന്റെ ചുണ്ടുകളിൽ മനോഹരമായൊരു ചെറിയ ചിരി വിരിഞ്ഞു. അതൊരു വലിയ പൊട്ടിച്ചിരിയായിരുന്നില്ല, മറിച്ച് ഒരു മഞ്ഞ തുള്ളി അടർന്നു വീഴുന്ന പോലെയുള്ള വളരെ ചെറിയൊരു ചലനം. ആ ചിരി സമ്മാനിച്ച ശേഷം അവൻ വീണ്ടും തന്റെ ലോകത്തേക്ക് മടങ്ങിപ്പോയി. സാർ അറിയാതെ തന്റെ നെഞ്ചിൽ കൈവച്ചു. ആ ചിരിയിൽ എന്തോ ഒരു മാന്ത്രികത ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൾ അവനെ പിന്നെയും വിളിച്ചു നോക്കി. പക്ഷെ അവൻ മൈൻഡ് ചെയ്തതേയില്ല. ഇങ്ങോട്ട് വിചാരം എന്താ, ചാടയാ. അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. മഴയുടെ നനവുള്ള പ്രഭാതങ്ങൾ പതിയെ കോളേജ് തിരക്കുകളിലേക്ക് വഴിമാറി. സാറയുടെ നാട്ടിലെ കോളേജ് ജീവിതം തുടങ്ങുന്നത് അവളുടെ പ്രിയപ്പെട്ട സ്റ്റീഫൻ ഇച്ചായനോടൊപ്പമാണ്. സ്റ്റീഫൻ ആ കോളേജിലെ തന്നെ പ്രൊഫസറായി ജോയിൻ ചെയ്തു. ഇച്ചായന്റെ കാറിലിരുന്ന് ജനാലക്കിൽ നിന്ന് കാറ്റ് കൊള്ളുമ്പോൾ സാറയുടെ ഉള്ളിൽ പുതിയ സുഹൃത്തുക്കളെ കാണുന്നതിന്റെയും ക്യാമ്പസ് ജീവിതത്തിന്റെയും ആകാംക്ഷയായിരുന്നു. കോളേജ് ഗേറ്റ് കടന്ന് കാറിൽ നിന്നപ്പോൾ സ്റ്റീഫനോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങിയ സാറ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. എന്നും അതിനപ്പുറത്തെ ആ ഓടിട്ട വീട്ടിലെ ചെടികൾ നനയ്ക്കുന്ന അവളുടെ ജാടത്തേണ്ടിതേ നടന്നു പോകുന്നു. അവനൊരു പഴയ തുകൽ ബാഗും തോളിലിട്ട് വരാന്തയിലൂടെ തലകുനിച്ച് നടന്നുപോയി. പച്ചപ്പും ബഹളങ്ങളും നിറഞ്ഞ ആ ക്യാമ്പസിൽ അവൻ മാത്രം ഒരു ഒറ്റപ്പെട്ട ദ്വീപ് പോലെയായിരുന്നു. ഓഹോ, അപ്പം മഹാൻ ഇവിടെയാണ് പഠിക്കുന്നത്. ഐ സീ. പെട്ടെന്നാണ് സാറ അത് കണ്ടത്. ഒരു കൂട്ടം ആൺകുട്ടികൾ അവനെ വളയുന്നത്.
അവരവനെ പിടിച്ച് തള്ളുകയും പരിഹസിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണെങ്കിലും 2ാം വർഷക്കാരായ ഒരു സംഘമാണ് അവനെ വളഞ്ഞിരിക്കുന്നത്. അടിയുറച്ച ആ വരാന്തയിൽ സിദ്ധാർത്ഥ് ഒരക്ഷരം പോലും മിണ്ടാതെ താൻ ചെയ്ത തെറ്റാണെന്നറിയാതെ തലകുനിച്ച് നിന്നു. ആ കാഴ്ച സാറയുടെ ഉള്ളിൽ ഒരു കനലായി പടർന്നു. അവൾക്ക് നോക്കി നിൽക്കാനായില്ല. അവൾ വേഗത്തിൽ അവർക്കിടയിലേക്ക് ഓടിച്ചെന്നു. എന്താ ഇവിടെ നടക്കുന്നത്? എന്തിനാളിങ്ങനെ ശല്യം ചെയ്യുന്നത്? അവളുടെ ശബ്ദം വരാന്തയിൽ മുഴങ്ങി. ആ സംഘത്തിന്റെ തലവൻ പരിഹാസത്തോടെ അവളെ നോക്കി. നോക്കിയേ, പുതിയൊരു കൊച്ചു വന്നിരിക്കുന്നു. എടി കൊച്ചേ, ഇത് ഞങ്ങളുടെ കാര്യ, മിണ്ടാണ്ട് പോക്കോ. എന്തിനാ നീ വെറുതെ ഇടയിൽ കയറുന്നത്? മിണ്ടാതെ ക്ലാസ്സിൽ പോയിരിക്കാൻ നോക്ക്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണി മേടിക്കണ്ട. സാറ് തന്റെ ബാഗ് മുറുക്കി പിടിച്ച് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ചേട്ടാ, ഇങ്ങനെ ജൂനിയേഴ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന തെറ്റാണ്. റാഗിങ് നിയമവിരുദ്ധാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഐ വിൽ റിപ്പോർട്ട് ദിസ്. അത് കേട്ടതും അവരുറക്കി ചിരിക്കാൻ തുടങ്ങി. റാഗിങ്ങോ നിയമമോ? എടി പൊട്ടി, നിനക്ക് വിവരമില്ലാത്തോണ്ട് പറയുന്ന. ഇവൻ ഞങ്ങളുടെ ജൂനിയർ ഒന്നല്ല, ഇവൻ ഫൈനൽ ഇയറാ, ഞങ്ങൾ സെക്കൻഡ് ഇയറും. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ജൂനിയേഴ്സ് സീനിയേഴ്സിനെ റാഗ് ചെയ്യുന്നത്. അത് ഇവന്റെ കാര്യത്തിൽ മാത്രമേ നടക്കൂ. കാരണം ഇവൻ അതിന് യോഗ്യനാ. ആരായാലും ശരി, സാറയുടെ ശബ്ദത്തിൽ ഉറപ്പുണ്ടായിരുന്നു. ഇത് ബുള്ളിങ് ആണ്. ഞാൻ ഇപ്പൊ തന്നെ സ്റ്റാഫ് റൂമിൽ പോയി റിപ്പോർട്ട് ചെയ്യും. മൈ ബ്രദർ ഇസ് എ പ്രൊഫസർ ഹിയർ. അവളുടെ ഉറച്ച നിലപാട് കണ്ടപ്പോൾ അവരൊന്ന് പതറി. ഭീഷണിപ്പെടുത്തിയാണോ ഇവിടെ? കൂട്ടത്തിലിവൻ ചോദിച്ചു. അത് ഇന്ന് എന്നെ കൂട്ടിക്കോ. സാറ് വിട്ടുകൊടുത്തില്ല. ശരി, നിന്നെ ഞങ്ങൾ എടുത്തോളാം. ഇന്നിപ്പോ വിട്ടിരുന്നു. നിന്നെ ഒരിക്കൽ എന്റെ കൈ കിട്ടും. അന്ന് നിന്നെ ശരിക്കൊന്ന് പരിചയപ്പെടുന്നുണ്ട്. അവള് നന്നായി ചൂഴി നോക്കിക്കൊണ്ട് അവർ നടന്നു നീങ്ങി. അവർ പോയതും സാറൊന്ന് വിശ്വസിച്ചുകൊണ്ട് സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് തിരിഞ്ഞു. അവൻ അപ്പോഴും ഒരു അക്ഷരം മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ചേട്ടൻ എന്താ ഇങ്ങനെ? സാറ് ദേഷ്യത്തോടെ ചോദിച്ചു. നിങ്ങളെക്കാൾ ചെറിയ പിള്ളേരല്ലേ അവർ നിങ്ങളിങ്ങനെ തള്ളിയിട്ടും പരിചയിച്ചിട്ടൊന്നും തിരിച്ചു വരാൻ കൂടെ തോന്നില്ലേ? ഇത്രയും പേടിത്തൊണ്ടനാണ് നിങ്ങൾ? ജൂനിയേഴ്സിന് മുമ്പിൽ ഇങ്ങനെ തലവനിച്ചിരിക്കാൻ നാണമില്ലേ? സിദ്ധാർത്ഥ് പതുക്കെ തലവിയർത്തി അവളെ നോക്കി. അവന്റെ കണ്ണുകളിൽ നന്ദിയായിരുന്നോ അതോ സങ്കടമായിരുന്നോ എന്ന് അവൾക്ക് മനസ്സിലായില്ല. അവനൊന്നും മിണ്ടിയില്ല. തന്റെ തോളിലെ ബാഗ് ഒന്നുകൂടി ശരിയാക്കി. അവൾ അവിടെ നിൽക്കെ തന്നെ ഒരു വാക്ക് പോലും ഉരിയാടാതെ അവൻ നടന്നു നീങ്ങി. സാറ അത്ഭുതപ്പെട്ട് നോക്കി നിന്ന് പോയി. ഓഹോ, രക്ഷിച്ചും പോരാ, ഒരു താങ്ക്സ് പോലും പറയാതെ അങ്ങ് പോകുന്നു. ജാട തെണ്ടി. ജാടയുടെ കാര്യത്തിൽ ഇയാൾക്ക് സ്വർണ്ണ മെഡൽ കൊടുക്കണം. രക്ഷിക്കാൻ വന്ന എന്നെയാണ് ഇയാൾ പൂച്ചിച്ച് പോകുന്നത്. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. അവൾ ദേഷ്യത്തോടെ നിലത്തിയോട്ടിക്കൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു. ക്ലാസ് മുറിയുടെ വാതിലെത്തുമ്പോൾ സാറോ നന്നായി ചിരിച്ചു. വരാന്തയിൽ വെച്ചുണ്ടായ അപ്രതീക്ഷിത സംഭവങ്ങളുടെ ഞെട്ടൽ മാറിയിട്ടില്ലെങ്കിലും പുതിയൊരു തുടക്കത്തിന്റെ പരിഭ്രമം അവളെ പൊതിഞ്ഞു. പ്രൊഫസർ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ സാറയും പിന്നാലെമെല്ലാം അകത്തേക്ക് ചെന്നു. മുഴുവൻ കുട്ടികളുടെയും നോട്ടം സാറയിലായിരുന്നു. അമേരിക്കയിലെ മോഡേൺ ജീവിതത്തിൽ നിന്ന് വന്ന ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തിലും നടപ്പിലും ഒരു പ്രത്യേക ചന്തമുണ്ടായിരുന്നു. പ്രൊഫസർ അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. ക്ലാസ് ലീസൺ, ദിസ് ഈസ് സാറ. 2 ദിവസം മുമ്പ് ജോയിൻ ചെയ്ത സ്റ്റീഫൻ പ്രൊഫസറുടെ അനിയത്തിയാണ്. അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. ഇന്നു മുതൽ ഇവൾ നിങ്ങളുടെ സഹപാഠിയാണ്. എല്ലാവരും പുഞ്ചിരിയോടെ അവളെ നോക്കി. എവിടെ ഇരിക്കണമെന്നറിയാതെ പകച്ചെന്ന സാറയുടെ കണ്ണുകൾ ചെന്ന് നിന്നത് 3ാമത്തെ ബെഞ്ചിന്റെ അറ്റത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയിലാണ്. അവിടെ ഒരാൾക്ക് ഇരിക്കാൻ മാത്രമുള്ള ഇടം ബാക്കിയുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ മുഖത്തെ നിഷ്കളങ്കമായ ചിരി കണ്ടപ്പോൾ സാറയ്ക്ക് എന്തോ ഒരു ആശ്വാസം തോന്നി. അവൾ മേലെ അങ്ങോട്ടേക്ക് നടന്നു ചെന്നു. ഇവിടെ ഇരുന്നോട്ടെ, സാറ പതിയെ ചോദിച്ചു. പിന്നെന്താ? അവൾ തന്റെ ബാഗ് നീക്കി വെച്ച് വലിയൊരു പുഞ്ചിരിയോടെ സാറയെ സ്വീകരിച്ചു. അവളായിരുന്നു റസിയ, ഒരു പക്കാ നാട്ടിൻപുറത്തുകാരി ഉമ്മച്ചിക്കുട്ടി. മുഖത്തിന് ചുറ്റും കറുത്ത തട്ടം മനോഹരമായി പിൻ ചെയ്തിട്ടുണ്ട്. തട്ടത്തിനുള്ളിൽ തിളങ്ങുന്ന അവളുടെ വലിയ കണ്ണുകൾക്ക് ഒരു പ്രത്യേക തിളക്കമായിരുന്നു. മൈലാഞ്ചി ചുവപ്പുള്ള വിരലുകൾ കൊണ്ട് അവൾ തന്റെ പുസ്തകം ഒതുക്കി വെച്ചു. ഞാൻ റസിയ. അവൾ കൈനീട്ടി. ഈ നാട്ടുകാരി തന്നെയാ. അന്നെ കണ്ടതിൽ പെരുത്ത സന്തോഷം. അന്നെ കാണാനൊരു സിനിമാ നടനെ പോലുണ്ട്. റസിയുടെ ആ വെട്ടി തുറന്നുള്ള സംസാരം സാറയുടെ ഉള്ളിൽ എല്ലാ പേടിയും മാറ്റി. അവളുടെ ഓരോ വാക്കിലും സ്നേഹവും കുസൃതിയും നിറഞ്ഞു നിന്നു. സാറ അമേരിക്കയിലെ വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ റസിയ അത്ഭുതത്തോടെ കേട്ടിരുന്നു. പകരം റസിയ ഗ്രാമത്തിലെ വിശേഷങ്ങളും കോളേജിലെ കുസൃതികളും സാറയ്ക്ക് വിവരിച്ചു കൊടുത്തു. നീ പേടിക്കണ്ട, ഇവിടെ ഞാനിട്ട് എനിക്ക് കൂട്ടിന്. റസിയ അവളുടെ കൈകളിൽ അമർത്തിപ്പിടിച്ച് പറഞ്ഞു. തട്ടമിട്ട ആ സുന്ദരിക്കുട്ടിയുടെ വാക്കുകൾ സാറയ്ക്ക് വലിയൊരു ധൈര്യമാണ് നൽകിയത്. നിമിഷങ്ങൾക്കുള്ളിൽ അവർ വർഷങ്ങളായുള്ള സുഹൃത്തുക്കളെ പോലെ സംസാരിച്ചു തുടങ്ങി. സാറയുടെ കോളേജ് ജീവിതത്തിന് റസിയ എന്ന നന്മയുള്ള കൂട്ടുകാരി ഒരു തണലായി മാറുകയായിരുന്നു. അവളുടെ തട്ടത്തിനുള്ളിൽ ആ ശാലീന സുന്ദരമായ മുഖവും ഹൃദയം തുറന്നുള്ള പൊട്ടിച്ചിരിയും സാറയുടെ മനസ്സിൽ റസിയയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം നേടിക്കൊടുത്തു. ഒരു ഉമ്മച്ചിക്കുട്ടിയുടെ സ്നേഹവും കരുതലും ആ ആദ്യത്തെ പീരീഡിൽ തന്നെ സാർ അനുഭവിച്ചറിഞ്ഞു. ക്ലാസ് മുറിയിലെ ബഹളങ്ങൾക്കിടയിൽ റസിയോട് ചേർന്നിരുന്ന് സാറ തന്റെ ഉള്ളിലെ പരിഭവം തുറന്നു വിട്ടു. പുറത്ത് ആകാശം കാർമേഘങ്ങളാൽ ഇരുണ്ടിരുന്നു. അവളുടെ ഉള്ളിലെ അവസ്ഥയും സമാനമായിരുന്നു. എടി റസി, ഇന്ന് രാവിലെ ഞാനിവിടെ എത്തിപ്പെട്ടായ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഓർത്തപ്പോൾ എനിക്ക് ഇപ്പോഴും ദേഷ്യം മാറുന്നില്ല. സാറ് തന്റെ ബാഗിൽ നിന്ന് പുസ്തകങ്ങൾ പുറത്തെടുക്കുന്നതിനിടയിൽ പറഞ്ഞു. റസിയ, നീ കേൾക്ക്. സാറ പറഞ്ഞു.
ഞാൻ കണ്ടു ഒരു പാവം ചേട്ടനെ കുറച്ച് പിള്ളേരിരുന്ന് റാഗ് ചെയ്യുന്നു. അയാളാണെങ്കിൽ ഒന്നും മിണ്ടാങ്ങനെ നിൽക്കുക. ഞാൻ അയാളെ രക്ഷിക്കാൻ വേണ്ടി അമ്മയുടെ വരെ തല്ലുകൂടി. ഒടുവിൽ അമ്മമാരെ ഓടിച്ചിട്ട് ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി ചില ചോദ്യങ്ങൾ ചോദിച്ചാ. പക്ഷെ ഒരു നന്ദി പോലും പറയാതെ അയാളങ്ങ് നടന്നുപോയി. എൻ്റെ അയൽപ്പക്കത്താ ആൾ താമസിക്കുന്നത്. കണ്ടന്നോട്ട് ഞാൻ നോക്കുന്നുണ്ട്. ഭയങ്കര ചാടിയാടി അയാൾക്ക്. ഞാനൊന്ന് ആരോ പറഞ്ഞ പോലും മൈൻഡ് ചെയ്യില്ല. സാറയുടെ വാക്കുകൾ കേട്ടതും റസിയുടെ മുഖത്തെ ചിരിമാഞ്ഞു. അവൾ വിടർന്ന കണ്ണുകളോടെ സാറയെ നോക്കി പതുക്കെ ചോദിച്ചു, ഏതാടി ആ ആള്? നീ ആരെക്കൊണ്ട് ഈ പറയുന്നേ? എൻ്റെ വീടില്ലേ? ആ ഈ കോളേജിൽ നിന്ന് ആ പള്ളി കഴിഞ്ഞ് രണ്ടാമത്തെ വളവിലെ ആ തറവാടാ. അതിനപ്പുറത്തുള്ള ആ ചെറിയ ഓടിട്ട വീട്ടിലെ ചേട്ടൻ, സാറ പറഞ്ഞു. റസിയുടെ കണ്ണുകളിൽ ഒരു തരം സങ്കടം വളർന്നു. അവൾ സാറയുടെ കൈകളിൽ അമർത്തി പിടിച്ചുകൊണ്ട് മൃദുവായി പറഞ്ഞു, എടി സാറേ, നീ ആ പാവം സിദ്ധാർത്ഥിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അയാൾ ചാടാണിക്കുന്നതല്ലടി, അതൊരു പാവം മിണ്ടാപ്രാണിയാ. സാറൊന്ന് ഞെട്ടി. എന്താ നീ പറഞ്ഞ്? മിണ്ടാപ്രാണിയോ? അതെ, റസിയ തുടർന്നു. അയാൾക്ക് സംസാരിക്കാൻ കഴിയില്ല. ജന്മനാ സംസാരശേഷിയില്ലാത്ത ഒരാളാവൻ. പുറമേ നോക്കുന്നവർക്കറിയില്ലെങ്കിലും അവന് കേൾവിയും വളരെ കുറവാ. തീരെ കേൾക്കില്ലെന്നല്ല, പക്ഷെ നമ്മുടെ ചുണ്ടുകളുടെ ചലനം നോക്കിയാൽ അവൻ പലപ്പോഴും കാര്യങ്ങൾ ഗ്രഹിക്കുന്നു. നീ വിളിച്ചൊന്നും ചിലപ്പോൾ അവൻ കേട്ട് കാണില്ല. ആരോടും പരിഭവമില്ലാത്ത ഒരക്ഷരം പോലും മിണ്ടാത്ത തൻ്റെ ലോകത്ത് ജീവിക്കുന്ന ഒരു സാധു അവൻ. റസിയുടെ ആ വാക്കുകൾ ഓരോന്നും സാറയുടെ ഹൃദയത്തിൽ കടാര കയറ്റുന്ന പോലെയായിരുന്നു. അവൾ തരിച്ചുപോയി. താൻ ഇത്രയും നാൾ ജാടത്തിണ്ടിയെന്നും അഹങ്കാരിയെന്നും വിളിച്ചത് ഒരക്ഷരം പോലും ഉരിയാടാൻ കഴിയാത്ത ശബ്ദങ്ങളുടെ ലോകത്ത് നിന്ന് അകറ്റി നിർത്തപ്പെട്ട ഒരു പാവം മനുഷ്യനെയാണല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. അവൾ പതുക്കെ തന്നെ നെഞ്ചിൽ കൈവച്ച് കണ്ണുകളടച്ചു. കർത്താവേ, അവൾ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. ഞാൻ എന്തൊരു പാപാ ചെയ്തേ. ഒരക്ഷരം സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരാളെയാണ് ഞാൻ ഇത്രയും തെറ്റിദ്ധരിച്ച്. അയാൾക്ക് എന്നെ തിരുത്താൻ പോലും കഴിയില്ലല്ലോ. കർത്താവേ, എന്നോട് ക്ഷമിക്കണേ. കുറ്റബോധം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ജനാലക്കപ്പുറത്തെ മഴത്തുള്ളികളെ നോക്കി അവൾ ഓർത്തു. അതുകൊണ്ടായിരുന്നല്ലേ അയാളെന്നാ ചിരി മാത്രം നൽകിയത്? വാക്കുകളില്ലാത്ത ലോകത്ത് അയാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ മറുപടി അതായിരുന്നല്ലേ? സാറയും റസിയയും ഈ വൈകാരിക നിമിഷത്തിൽ ഇരിക്കുമ്പോഴാണ് ഷീബ അവിടേക്ക് വരുന്നത്. തോളിൽ ബാഗ് തൂക്കി മുഖത്തെപ്പോഴും ഒരു ഗൗരവം സൂക്ഷിക്കുന്ന ഷീബ അവരുടെ വർത്തമാനം പകുതിക്ക് വെച്ച് കേട്ടാണ് അടുത്തേക്ക് എത്തിയത്. എന്താ ഇവിടെ ഒരു വിലാപയാത്ര? പുതിയ കൊച്ചിനെ റസിയെ കരയിപ്പിച്ചോ? ഷീബ തന്റെ കണ്ണടന്ന് ശരിയായി കളിയായിക്കൊണ്ട് ചോദിച്ചു. അതല്ലടി ഷീബേ, നമ്മുടെ മതിൽക്കപ്പുറത്തെ സിദ്ധാർത്ഥില്ലേ, അവനെ കുറിച്ച് പറഞ്ഞിട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, റസിയ പറഞ്ഞു. ഷീബ ഒരു നിമിഷം ഗൗരവത്തിലായി. അവൾ സാറയുടെ മുഖത്തേക്ക് നോക്കി പതുക്കെ പറഞ്ഞു, ഓ സിദ്ധാർത്ഥിന്റെ കാര്യമാണോ? റസിയ പറഞ്ഞ സത്യ സാറേ, പക്ഷെ അവന് സംസാരിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല അവനെക്കുറിച്ചുള്ള സങ്കടം. നീ കോളേജിൽ കണ്ടില്ലേ അവന് ചിലർ ശല്യം ചെയ്യുന്നത്? അത് വെറും റാഗിങ് മാത്രമല്ല, അവൻ ഈ കോളേജിൽ ആകെ ഒരു തുണയുണ്ടായിരുന്നത് ഇവിടുത്തെ പഴയ പ്യൂൺ രാഘവൻ നായരായിരുന്നു. അദ്ദേഹം മരിച്ചതോടെ സിദ്ധാർത്ഥ് പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു. അവൻ്റെ അച്ഛനമ്മയും മരിച്ച് ഒരു അപകടത്തിലാണെന്നാണ് കേട്ടത്. വീട്ടിൽ അവനെ നോക്കാൻ ആരുമില്ല. ബന്ധുക്കളൊക്കെ അവനൊരു ഭാരമായിട്ടാണ് കാണുന്നത്. കോളേജിൽ അവൻ വരുന്ന പോലും ആരോടൊന്നും മിണ്ടാനല്ല, മറിച്ച് ആ ലൈബ്രറിയിലെ പുസ്തകങ്ങൾക്കിടയിൽ ഇരിക്കാനാ. അവിടെ മാത്രമേ അവന് സമാധാനം കിട്ടാറുള്ളൂ. പക്ഷെ ആ പാവത്തിന് ഇവിടുത്തെ ചില ഗുണ്ടായിസം കാണിക്കുന്ന പിള്ളേർക്ക് വലിയ പുച്ഛ. അവൻ തിരിച്ചു വരില്ലെന്ന ധൈര്യത്തിലാണല്ലോ അവരുടെ ഈ അഭ്യാസമല്ല. ഷീബയുടെ വാക്കുകൾ കേട്ടപ്പോൾ സാറയുടെ ഉള്ളിൽ സിദ്ധാർത്ഥിനോടുള്ള സഹതാപം വർദ്ധിച്ചു. താൻ കണ്ട ആ ചെറിയ ചിരിയുടെ പിന്നിൽ ഇത്രയേറെ വേദനകൾ ഉണ്ടായിരുന്നു എന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ഷീബെ, അവനെ അവർ ഉപദ്രവിക്കുമ്പോൾ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? സാറ ആകാംക്ഷയോടെ ചോദിച്ചു. നമ്മൾ പ്രതികരിച്ച അവന് പിന്നെയും പണിയിട്ടും സാറേ. പക്ഷെ നീ അവനെ സഹായിക്കാൻ നോക്കി നല്ല കാര്യം. പക്ഷെ ശ്രദ്ധിക്കണം, സിദ്ധാർത്ഥൻ തൻ്റെ വൈകല്യത്തേക്കാൾ കൂടുതൽ വേദനിക്കുന്നത് മറ്റുള്ളവരുടെ സഹതാപം കാണുമ്പോഴാണ്. അതുകൊണ്ട് അവനെ സാധാരണ മനുഷ്യനായിട്ട് കാണാൻ ശ്രമിക്കുക എന്നതാണ് അവന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായം. ഷീബ ഒരു ഉപദേശ രൂപേണ പറഞ്ഞു. സാറ പതുക്കെ തലയാട്ടി. അവളുടെ മനസ്സിൽ ഇപ്പോൾ സിദ്ധാർത്ഥിനുള്ള ദേഷ്യമോ ഒന്നുമില്ലായിരുന്നു. പകരം അവന്റെ നിശബ്ദമായ ലോകത്തേക്ക് എങ്ങനെയെങ്കിലും ഒരു വെളിച്ചമായി മാറണമെന്ന ആഗ്രഹം മാത്രം ബാക്കിയായി. റസിയയും ഷീബയും അവൾക്ക് നൽകിയ ഈ അറിവ് സിദ്ധാർത്ഥുമായുള്ള അവളുടെ ബന്ധത്തിൽ ഒരു പുതിയ വഴിത്തിരിവാകാൻ പോവുകയായിരുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ സാറയുടെ നോട്ടം സിദ്ധാർത്ഥിലായിരുന്നു. മഴ അപ്പോഴും തോരാതെ പെയ്തുകൊണ്ടിരുന്നു. അവരുടെ ജീവിതത്തിൽ എന്ന പോലെ. കോളേജിൽ അവസാനത്തെ ബില്ലും മുഴങ്ങി. വരാന്തയിൽ കുട്ടികളുടെ ബഹള ഇരമ്പിയാർത്തു. ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സാറയുടെ മനസ്സിൽ സിദ്ധാർത്ഥിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. സ്റ്റീഫൻ ഇച്ചായൻ തന്റെ കാറിനടുത്ത് അവളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സാറ വേഗത്തിൽ ഇച്ചായന്റെ അടുത്തേക്ക് ചെന്നു. ഇച്ചായൻ പോയിക്കോ, എനിക്കിന്ന് കൂട്ടിന്റെ പുതിയ കൂട്ടുകാരിയുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് നടന്നു വന്നോളാം, സാറ വലിയ പുഞ്ചിരിയോടെ പറഞ്ഞു. സ്റ്റീഫൻ ഒന്ന് അമ്പരുന്നു. എടി, നല്ല മഴ പെയ്യാൻ നിൽക്കുക, നീ ഇന്നലെ വെറുതെ നടക്കുന്നു, കയറ്, ഞാൻ വീട്ടിലാക്കാം. ഏയ് വേണ്ട ചായ, എനിക്ക് നാടൊന്ന് കണ്ടിടക്കണം. അമേരിക്കയിലെ ആ തിരക്കിലൊന്നും ഇങ്ങനെ ഒരു സുഖം കിട്ടിയില്ലല്ലോ, ഞാൻ വന്നോളാം പ്ലീസ്. സാറയുടെ നിർബന്ധത്തിന് മുമ്പിൽ സ്റ്റീഫൻ തോറ്റു. ശരി, സൂക്ഷിച്ചു വരണേ എന്ന് പറഞ്ഞ് അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു. കാറ് കണ്ണിൽ നിന്ന് പറഞ്ഞതും സാറ ഓടി റസിയുടെ അടുത്തേക്ക് ചെന്നു. റസിയെ തന്റെ തട്ടമൊന്ന് ശരിയാക്കി ബാഗും തൂക്കി വരാന്തിൽ നിൽക്കുകയായിരുന്നു. എടി റസി, വാ, നമുക്ക് ഒന്നിച്ചു വാ. സാറ ആവേശത്തോടെ അവൾക്കരികിലെത്തി. റസി ഒന്ന് പരിങ്ങി. എങ്ങോട്ട്? നീ നിന്റെ ഇച്ചാൻ്റെ കൂടെ പോയില്ലേ?
ഇല്ലടി, ഞാൻ ഇച്ചായനെ വിട്ടു. നീ പറഞ്ഞില്ലേ നിന്റെ വീട് എൻ്റെ വീടും കഴിഞ്ഞ് രണ്ടാമത്തെ വളവിലാണെന്ന്. എങ്കിൽ പിന്നെ നമുക്കിങ്ങനെ സംസാരിച്ചാണെന്നങ്ങ് പോവാന്ന് കരുതി. നിനക്ക് സമ്മതല്ലേ? സാർ അവിടെ തോൾ കൈയിട്ടു. റസിയുടെ മുഖത്ത് പെട്ടെന്നൊരു നിഴൽ പടർന്നു. അവൾ പതിയെ സാറയുടെ കൈകൾ മാറ്റി. എടി അത് നടക്കില്ലടി. അവൾ വളരെ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. അതെന്താ, നിനക്കെന്നെ ഇഷ്ടമല്ലേ? സാർ തമാശ രൂപേണ ചോദിച്ചെങ്കിലും റസിയുടെ കണ്ണുകളിലെ ഗൗരവളെ ചിന്തിപ്പിച്ചു. അതല്ലടി സാറേ. റസിയ ദീർഘനിശ്വാസം എടുത്തു. നിന്റെ ലോകം പോലെയല്ല എൻ്റെ ലോകം. എൻ്റെ വീട്ടുകാർ ഇത്തിരി കടുപ്പക്കാരാ. ഈ കോളേജിൽ എന്നെ വിടുന്നതിന് വലിയൊരു കാര്യം. രാവിലെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വൈകിട്ട് കൊണ്ടുവന്നു വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടാ. ഇപ്പൊ തന്നെ നോക്കിയേ, അതാ വരുന്നതിൻ്റെ കാരണവര്. റസിയ ദൂരേക്ക് ചൂണ്ടി. അവിടെ ഒരു സൈക്കിൾ പ്രായമായ ഒരാൾ വരുന്നുണ്ട്. റസിയ തുടർന്നു. എൻ്റെ ഉപ്പയുമ്മയും ഞാൻ ചെറുപ്പായിരുന്നപ്പോൾ തന്നെ പടച്ചോൻ്റെ അടുത്തേക്ക് പോയതാ. പിന്നെ എന്നെ വളർത്തിയത് ഈ കാണുന്ന കാരണവന്മാരാ. പെണ്ണുങ്ങൾ അധികം ദൂരേക്ക് പോരെന്ന് വിശ്വസിക്കുന്നവരാ അവര്. എൻ്റെ ഉപ്പ മരിക്കുന്നതിന് മുമ്പ് ഒരു വസിയത്ത് എഴുതി വെച്ചിരുന്നു, എന്നെ നന്നായിട്ട് പഠിപ്പിക്കണമെന്ന്. ആ ഒരു വാക്കിൻ്റെ പുറത്താ ഞാൻ ഇന്ന് ഈ കോളേജിലിരിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ എന്നെ അവരെന്നെ കെട്ടിച്ചു വിട്ടേനെ. പഠിപ്പിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഓരോ ശാസ്ത്രത്തിൽ അവർക്ക് കണക്കുണ്ട്. നിന്നെപ്പോലെ ഒരു നസ്രാണി പെണ്ണിൻ്റെ കൂടെ ഞാൻ ചങ്ങാത്തം കൂടി നടന്നു വരുന്നവരെങ്ങനെ കണ്ടാലേ നാളെ മുതൽ എൻ്റെ കോളേജ് പഠനം അവിടെ തീരും. എനിക്ക് ഇഷ്ടമുള്ള പോലെ പറന്നു നടക്കാൻ അവരെന്നെ അനുവദിക്കില്ലടി. സാറ അത്ഭുതത്തോടെയും വേദനയുടെയും റസിയെ നോക്കി. അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിൽ വളർന്ന സാറയ്ക്ക് ഇത് വിശ്വസിക്കാനായില്ല. എന്താടി ഇതൊക്കെ? ഒരു കൂട്ടുകാരുടെ കൂടെ നടക്കാൻ പോലും നിനക്ക് അനുവാദമില്ലേ? റസിയ ജനാലക്കപ്പുറത്ത് ആകാശത്തേക്ക് നോക്കി പതുക്കെ പറഞ്ഞു. ചില ജീവിതങ്ങൾ അങ്ങനെയാണ് സാറേ. പുറമേ നോക്കുമ്പോൾ സുന്ദരമായി തോന്നും, പക്ഷെ ഉള്ളിൽ ശ്വാസം മുട്ടിക്കുന്നത് നൂറുകണക്കിന് നിയമങ്ങളുടെയും വേലിക്കെട്ടുകളുടെയും നടുവിലായിരിക്കും അവര്. നീ ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷിയാണെങ്കിൽ ഞാനൊരു സ്വർണ്ണക്കൂട്ടിനുള്ളിലെ കിളിയ. കൂട് സുന്ദര, പക്ഷേ ആകാശം എനിക്കെന്നും അന്യ. റസിയുടെ ആ വാക്കുകൾ സാറയുടെ ഹൃദയത്തിൽ തൊട്ടു. ആൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഒരു മനോഹരമായ സൗഹൃദം തുടങ്ങുന്നതിന് മുമ്പേ അതിനു ചുറ്റും മതം എന്ന ആചാരങ്ങളെന്നും പറയുന്ന വലിയ മതിലുകൾ ഉയരുന്ന് അവൾ ആദ്യമായി കണ്ടു. സാറിലടി, എങ്ങനെ പോയിക്കോ, നിനക്കൊരു ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് ഇഷ്ടമല്ല. സാറ് റസിയുടെ കൈകൾ പിടിച്ചു. പിണങ്ങല്ലേ സാറേ? റസിയ സങ്കടത്തോടെ ചിരിച്ചു. നാളെ നമുക്ക് ക്ലാസ്സിൽ നിന്ന് ഒരുപാട് സംസാരിക്കാം. അപ്പത് ഈ മതിലുകളൊന്നും ഉണ്ടാവില്ലല്ലോ. റസിയുടെ കാരണവരടുത്തെത്തിയപ്പോൾ അവൾ വേഗത്തിൽ നടന്നു നീങ്ങി. സൈക്കിളിന്റെ പിന്നിൽ നിന്ന് പോകുമ്പോൾ അവൾ സാറയെ നോക്കിയൊന്ന് കൈവീശി. സാറ അവിടെ തനിച്ചായി. മഴ വീണ്ടും നൂലറ്റ് വീഴാൻ തുടങ്ങി. റസിയ പറഞ്ഞ ആ വാക്കുകൾ സാറയുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൾ പതുക്കെ നടന്നു. അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി. കുട ചൂടാതെ മഴയത്ത് നടക്കുമ്പോൾ അവൾ ആലോചിച്ച് സിദ്ധാർത്ഥിനെ കുറിച്ചായിരുന്നു. റസിയക്ക് കൂടുണ്ട്, പക്ഷെ പറക്കാൻ കഴിയില്ല. സിദ്ധാർത്ഥിന് ചിറകുണ്ട്, പക്ഷേ ശബ്ദമില്ല. താൻ മാത്രം എന്തിനാണ് ഇത്രയേറെ ഭാഗ്യം ലഭിച്ചവളായി നിൽക്കുന്നത്? മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും അന്തരീക്ഷത്തിൽ നനഞ്ഞ മണ്ണിന്റെ ഇലകളുടെയും മണമുണ്ടായിരുന്നു. വിജനമായ ഇടവഴിയിൽ തന്റെ ചെരുപ്പുകൾ ചെളിയിൽ പുതയുന്ന ശ്രദ്ധിച്ച് നടക്കുമ്പോഴാണ് ദൂരെ തലകുരിച്ച് നടന്നു പോകുന്ന ആ രൂപ അവൾ കണ്ടത്. സിദ്ധാർത്ഥ് കൈകളിൽ കുറച്ച് പുസ്തകങ്ങളും തോളിൽ തൂങ്ങിക്കിടക്കുന്ന ബാഗുമായി അവൻ മൗനത്തിന്റെ ഒരു കവചത്തിനുള്ളിൽ എന്ന പോലെ നടക്കുകയായിരുന്നു. സാറ വേഗത്തിൽ നടന്ന് അവന്റെ അരികിലെത്തി. അതെ, അവളൊന്ന് വിളിച്ചു, പക്ഷെ അവൻ കേട്ടില്ല. റസിയ പറഞ്ഞവൾ പെട്ടെന്ന് ഓർത്തു, അവന് ചെവി ശരിക്കും കേൾക്കില്ല. അവൾ പതുക്കെ അവന്റെ തോളിലും തൊട്ടു. പെട്ടെന്നൊരു ഞെട്ടലോടെ സിദ്ധാർത്ഥ് തിരിഞ്ഞു നോക്കി. തന്നെ സഹായിക്കാൻ വന്നൊടുവിൽ ദേഷ്യപ്പെട്ടു പോയ ആ പെൺകുട്ടിയെ വീണ്ടും കണ്ടപ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരു അമ്പരപ്പ് മിന്നി മറഞ്ഞു. ഹായ്, അവൾ മടിച്ചൊരു പുഞ്ചിരി നൽകി. അവൻ തിരിച്ച് വളരെ ചെറിയ എന്നാൽ ആത്മാർത്ഥമായ ഒരു ചിരി സമ്മാനിച്ചു. അതെ, ഐ എം റിയലി സോറി കേട്ടോ, എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു. ഞാൻ നേരത്തെ അങ്ങനെയൊക്കെ, പിന്നെ കോളേജിൽ വെച്ചും. അവൾ വിക്കി പറഞ്ഞു. സിദ്ധാർത്ഥ അവളുടെ പരിഭ്രമം കണ്ട് പതുക്കെ കൈകൾ ചലിപ്പിച്ചു. സാരമില്ല, എല്ലാം ഓക്കെ ആണെന്ന് അവൻ ആംഗ്യത്തിലൂടെ കാണിച്ചു. അവൻ എന്താണ് ചെയ്തതെന്ന് ആദ്യം സാർക്ക് മനസ്സിലായില്ല. അവൾ അന്തം വിട്ട് നിൽക്കുന്നുണ്ടപ്പോൾ സിദ്ധാർത്ഥിന് ചിരി വന്നു. അവൻ തള്ളവിരൽ ഉയർത്തി തംസപ്പ് കാണിച്ചപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. അവൾ തിരിച്ചും ചിരിച്ചു. രണ്ടുപേരും ആ ഇടവഴിയിലൂടെ ഒന്നിച്ച് നടക്കാൻ തുടങ്ങി. സിദ്ധാർത്ഥ് എന്നാണല്ലേ പേര്? അവൾ അല്പം ശബ്ദമുയർത്തി ചോദിച്ചു. അവൻ പതുക്കെ തലയാട്ടി. അവൻ കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പായപ്പോൾ അവൾക്ക് സന്തോഷമായി. ഞാൻ സാറാ കുര്യൻ. അവൻ ആ പേര് കേട്ടപ്പോൾ വീണ്ടും ചിരിച്ചു. ഒരു പ്രത്യേകതരം പ്രകാശമുണ്ടായിരുന്നു ആ ചിരിയിൽ. നമുക്ക് ഫ്രണ്ട്സ് ആവാം. ഫ്രണ്ട്സ്? സാറ പ്രതീക്ഷയോടെ അവനെ നോക്കി തന്റെ വലം കൈ നീട്ടി. സിദ്ധാർത്ഥ് പെട്ടെന്ന് നിശ്ചലനായി. വിശ്വസിക്കാനാവാത്ത എന്തോ കേട്ടതുപോലെ അവൻ അവളെ നോക്കി നിന്നുപോയി. അവന്റെ ജീവിതത്തിൽ കൂട്ടുകാരെന്ന വാക്കിന് വലിയ അർത്ഥങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ ലോകം എപ്പോഴും നിശബ്ദമായിരുന്നു. മറ്റുള്ളവർക്ക് സംഗീതവും സംസാരവും കേൾക്കാൻ കഴിയുന്ന ഈ ലോകത്ത് അവനൊരു കണ്ണാടിക്കൂട്ടിൽ അടക്കപ്പെട്ടവനെ പോലെയാണ് ജീവിച്ചത്. അച്ഛനും അമ്മയും ഒരുമിച്ച് യാത്രയായ ആ പഴയ അപകടത്തിന് ശേഷം സിദ്ധാർത്ഥ് പൂർണ്ണമായി ഒറ്റപ്പെട്ടു. ബന്ധുക്കൾ അവനൊരു ഉത്തരവാദിത്തമായി മാത്രം കണ്ടു. തറവാടിന്റെ ഒരു മൂലയിൽ ആരും ശ്രദ്ധിക്കാത്തൊരു നിഴലായി അവൻ വളർന്നു. വായനശാലയിലെ പുസ്തകങ്ങളായിരുന്നു അവന്റെ ഏക സുഹൃത്തുക്കൾ. അക്ഷരങ്ങളിലൂടെ അവൻ ലോകത്തെ അറിഞ്ഞു. പക്ഷെ ലോകം അവനെ അറിയാൻ ശ്രമിച്ചില്ല. കോളേജിൽ പോലും അവനൊരു പരിഹാസപാത്രമായിരുന്നു.
തിരിച്ചു പ്രതികരിക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ആർക്കും അവനെ ഉപദ്രവിക്കാനും അപമാനിക്കാനും ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഒറ്റപ്പെടലിന്റെ കൈപ്പേറിയ കഷായം കുടിച്ചു തീർത്ത വർഷങ്ങൾ അവനെ മനുഷ്യരിൽ നിന്ന് അകറ്റി നിർത്തി. ആരും അവനോട് മിണ്ടാൻ വരാറില്ല, ആരും അവനെ ഒന്നിനും കൂട്ടാറില്ല. സഹതാപത്തോടെ നോക്കുന്ന കണ്ണുകളെ അവൻ വെറുത്തിരുന്നു. അവന് വേണ്ടത് സഹതാപമായിരുന്നില്ല, മറിച്ച് ഒരു മനുഷ്യനായി പരിഗണിക്കപ്പെടുക എന്നതായിരുന്നു. ആ ശൂന്യമായ ജീവിതത്തിലേക്കാണ് ഇതാ ഒരു പെൺകുട്ടി കടന്നു വന്നിരിക്കുന്നു. അവൾക്ക് അവന്റെ വൈകല്യങ്ങളെക്കുറിച്ച് അറിയാം. എന്നിട്ട് അവൾ കൈനീട്ടി ചോദിക്കുന്നു. ജീവിതത്തിൽ ഇന്നുവരെ ആരും അവനോട് ആ ചോദ്യം ചോദിച്ചിട്ടില്ല. അവന്റെ ലോകത്ത് ആകെ കേട്ട ശബ്ദം ഒറ്റപ്പെടലിന്റെയും അപമാനത്തിന്റെയും മാത്രമായിരുന്നു. ഈ കൈകൾ ഒരുപക്ഷെ തന്റെ ജീവിതത്തിൽ ആദ്യത്തെ വെളിച്ചമായിരിക്കുമെന്ന് അവന് തോന്നി. അവൻ യാന്ത്രികമായി തലയാട്ടി. അവളുടെ നീട്ടിയ കൈകളിലേക്ക് അവൻ തന്റെ കൈകൾ പതുക്കെ ചേർത്തു. ആ സ്പർശനത്തിനൊരു പ്രത്യേക തണുപ്പും ഒപ്പം വല്ലാത്തൊരു ഊഷ്മളതയും ഉണ്ടായിരുന്നു. ആ മഴ നനഞ്ഞ ഇടവഴിയിൽ വാക്കുകളേക്കാൾ മനോഹരമായ ഒരു സൗഹൃദം, അതിലുമുപരി മറ്റെന്തോ എന്ന് അവിടെ ജനിക്കുകയായിരുന്നു. അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയ സാറയുടെ ഉള്ളിൽ സിദ്ധാർത്ഥവും റസിയയും മാത്രമായിരുന്നു. അവരുടെ ജീവിതോർത്ത് അവൾ ദുഃഖിച്ചു. ഹാളിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന സ്റ്റീഫനി ചായന്റെ അരികിലേക്ക് അവൾ ഓടിച്ചെന്നു. റസിയുടെ വീട്ടുവിശേഷങ്ങളും സിദ്ധാർത്ഥിന്റെ നിശബ്ദമായ ലോകത്തെക്കുറിച്ചും അവൾ വികാരാധീനനായി സംസാരിച്ചു. സ്റ്റീഫൻ എല്ലാം ശാന്തമായി കേട്ടിരുന്നു. സാറിലടി വസേ, ഓരോരുത്തർക്കും ഓരോ വിധിയാ. പക്ഷേ സിദ്ധാർത്ഥിന്റെ കാര്യം കഷ്ടമാണ്. നീ അവനൊരു കൂട്ടായിരിക്കുന്ന നല്ലത്. സ്റ്റീഫൻ അവളുടെ തലയിൽ തലോടി ആശ്വസിപ്പിച്ചു. അന്ന് രാത്രി സാറക്ക് ഉറക്കം വന്നില്ല. വാക്കുകളില്ലാത്ത സിദ്ധാർത്ഥിനോട് തനിക്ക് സംസാരിക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. പിറ്റേന്ന് തന്നെ അവൾ ടൗണിലെ വലിയ ലൈബ്രറിയിൽ പോയി പൊടി പിടിച്ച അലമാരകൾക്കിടയിൽ തപ്പി. ഒടുവിൽ അവൾ ആ പുസ്തകം കണ്ടെത്തി, ആംഗ്യഭാഷയുടെ ലോകം. പിന്നീടുള്ള രാത്രികളിൽ വീട് നിശബ്ദമാകുമ്പോൾ സാറ് തന്നെ മേശപ്പുറത്തെ ചിമ്മിനി വിളക്ക് കൊളുത്തി വെക്കും. ആ കരിനിരി കത്തുന്ന വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ പുസ്തകത്തിലെ ഓരോ ചിത്രങ്ങളും നോക്കി അവൾ വിരലുകൾ ചലിപ്പിക്കാൻ പഠിച്ചു. ഓരോ അക്ഷരങ്ങളും വാക്കുകളും അവൾ കഷ്ടപ്പെട്ട് ഹൃദിസ്ഥമാക്കി. അവനുവേണ്ടി അവൾ ഒരു പുതിയ ലോകം പണിയുകയായിരുന്നു. ഒരവധി ദിവസമായിരുന്നു അത്. മുറ്റത്ത് വെയിൽ പടർന്നു നിൽക്കുന്നു. സിദ്ധാർത്ഥന്റെ പറമ്പിൽ ചെടികൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു. പതിവ് പോലെ അവൻ തന്റെ ഏകാന്തതയിലായിരുന്നു. സാറ പതുക്കെ മതിലിനടുത്ത് ചെന്ന് നിന്നു. അവനെ നീട്ടി വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ശബ്ദത്തേക്കാൾ അവന് പ്രിയം കാഴ്ചയാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവൾ കൈകൾ വീശി അവന്റെ ശ്രദ്ധ ക്ഷണിച്ചു. സിദ്ധാർത്ഥ തല ഉയർത്തി നോക്കി. സാറ പതുക്കെ, വളരെ പതുക്കെ താൻ പഠിച്ചെടുത്ത ആംഗ്യങ്ങൾ അവന് നേരെ ചലിപ്പിച്ചു. നിനക്ക് സുഖമാണോ? സിദ്ധാർത്ഥ ഒരു നിമിഷം ശ്വാസം വിടാൻ പോലും മറന്ന് നിന്നുപോയി. അവന്റെ കയ്യിലിരുന്ന പൈപ്പ് നിലത്ത് വീണു. വെള്ളം മുറ്റത്ത് പരന്നൊഴുകി. കഴിഞ്ഞ 10-18 കൊല്ലത്ത് തന്റെ ശൂന്യമായ ഏകാന്തതയിലേക്ക് വീണ ആദ്യത്തെ വെളിച്ചമായിരുന്ന ആ ചോദ്യം. തനിക്ക് വേണ്ടി തന്റെ ഭാഷ പഠിച്ച് തന്റെ ലോകത്തിലേക്ക് ഒരാൾ നടന്നു വന്നിരിക്കുന്നു. അവന്റെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. അത് വെറും ഒരു പുഞ്ചിരിയല്ലായിരുന്നു, വർഷങ്ങളായി അടഞ്ഞുകിടന്ന ഒരു വാതിൽ തുറന്നതുപോലെയായിരുന്നു. സന്തോഷം കൊണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൻ വിറക്കുന്ന കൈകൾ കൊണ്ട് ആംഗ്യത്തിലൂടെ മറുപടി നൽകി. ഇത്രയും കാലം ആരും എന്നോട് ഇത് ചോദിച്ചിട്ടില്ല. അവന്റെ കണ്ണുനീർ കണ്ടപ്പോൾ സാറയുടെ ഹൃദയം പിടഞ്ഞു. അവൾ വിരലുകൾ കോർത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് അടുത്ത ആംഗ്യം കാണിച്ചു. ഇനി മുതൽ ഞാനുണ്ടാവും. സിദ്ധാർത്ഥ ആ കൈകളിലേക്ക് നോക്കി നിന്നു. ശബ്ദമില്ലാത്ത ആ സംഭാഷണം ആകാശത്തെ പക്ഷികളും മുറ്റത്തെ മരങ്ങളും സാക്ഷിയായി നിന്നു. ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. റസിയയും സാറയും ബെസ്റ്റ് ഫ്രണ്ട്സായി. സാർക്ക് സിദ്ധാർത്ഥിനോട് സൗഹൃദത്തിന് പുറമെ ഒരുതരം ഇഷ്ടം മുട്ടിട്ടു. അവനുവേണ്ടി സൈൻ ലാംഗ്വേജ് പഠിക്കുക എന്ന് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായി മാറി. ഓരോ വാക്കും പഠിച്ച് എല്ലാ ദിവസവും ആ മതിലിന് അപ്പുറവും ഇപ്പുറവുമായി അവൾ അവനോട് അവന്റെ ഭാഷയിൽ സംസാരിക്കും. അവനതൊരു പുതിയ അനുഭൂതിയായിരുന്നു. ആരോരുമില്ലാതിരുന്ന അവന്റെ ഇരുണ്ട ലോകത്തിലേക്ക് കടന്നു വന്ന മാലാഖയായിരുന്നവൾ. എങ്കിലും അവനൊരു അകലം അവളോട് പാലിച്ചിരുന്നു. അവളെന്ന പെണ്ണിനോട് അരുതാത്ത് തോന്നി തുടങ്ങാതിരിക്കാൻ. അവനെ പോലെയുള്ളവർക്ക് നിഷേധിക്കപ്പെട്ട പ്രണയം എന്ന മനോഹര കാവ്യം അവർക്കിടയിൽ ജനിക്കാതിരിക്കാൻ അവൻ ശ്രമിച്ചു. പക്ഷേ വിധിയെ തടുക്കാൻ ആർക്കും ആവില്ലല്ലോ. പതിവ് പോലെ ആ വൈകുന്നേരവും മതിലിനപ്പുറം ഒരു നിഴൽനക്കം കണ്ടപ്പോൾ സിദ്ധാർത്ഥനെ പണി നിർത്തി തലയുയർത്തി. അവിടെ വിടർന്ന ചിരിയോടെ സാറ് നിൽക്കുന്നുണ്ടായിരുന്നു. അതെ, സിദ്ധാർത്ഥ അവിടെ അടുത്തേക്ക് നടന്നു നിന്നു. ചുണ്ടിൽ എപ്പോഴത്തെയും പോലെ ആ നിഷ്കളങ്കം. ആ ചോദ്യം കേട്ടതും സിദ്ധാർത്ഥിന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ഒരു നിമിഷം അവൻ തറഞ്ഞു പോയി. പണ്ട് ആ പഴയ പ്യൂൺ രാഘവൻ നായർ കഴിഞ്ഞാൽ ഈ ലോകത്ത് തന്റെ വിശപ്പിനെ കുറിച്ച് ആകുലപ്പെട്ട ഏക വ്യക്തി ഈ പെൺകുട്ടിയാണ്. ഭക്ഷണം കഴിച്ചോ എന്ന ആ ചെറിയ ചോദ്യത്തിന് സ്നേഹത്തിന്റെ എത്ര വലിയ അർത്ഥമാണുള്ളതെന്ന് അവൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു. അവൻ പതുക്കെ തലയാട്ടി അതേന്ന് മറുപടി നൽകി. അവൾ ഒരു മിനിറ്റ് എന്ന ആംഗ്യം കാണിച്ച് അവൻ അവിടെ തന്നെ നിർത്തി. അവൻ കൗതുകത്തോടെ അവളുടെ അടുത്ത നീക്കത്തിനായി കാത്തു നിന്നു. സാറ പതുക്കെ തന്റെ കൈവിരലുകൾ ചലിപ്പിച്ചു തുടങ്ങി. അവൾ ഓരോ ആംഗ്യവും കാട്ടുമ്പോൾ അവന്റെ കണ്ണുകൾ വിടർന്നു വന്നു. തന്റെ ഈ കണ്ണുകൾ കാണാൻ നല്ല ഭംഗിയാട്ടോ. അവന്റെ കാപ്പി നിറമുള്ള ആ കണ്ണുകളെ അവൾ മനസ്സുറന്ന് അഭിനന്ദിച്ചു. ആ അഭിനന്ദനം കേട്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ ഹൃദയമിടിപ്പ് കൂടി. അവന്റെ കണ്ണുകളിൽ തിളക്കം പടർന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവൻ ഭയന്നു. സാറയുടെ ഓരോ പ്രവൃത്തിയും തന്നോട് മുട്ടിട്ട് തുടങ്ങിയ പ്രണയം അവൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു.
അവളെന്ന പെണ്ണിനോട് അരുതാത്ത തോന്നി തുടങ്ങാതിരിക്കാൻ അവൻ തന്റെ മനസ്സിനെ കടിഞ്ഞാണിട്ടു. അവനെ പോലെയുള്ളവർക്ക് പ്രണയം ഒരു ആഡംബരമാണെന്ന് അവൻ വിശ്വസിച്ചു. അവൻ പതുക്കെ കൈകൾ ചലിപ്പിച്ചു. താങ്ക്സ്, എങ്കിലും പോയിക്കോ. അവൾ വേഗം അവിടുന്ന് പറഞ്ഞേക്കാൻ അവൻ തിടുക്കം കാണിച്ചു. അവളുമായി കൂടുതൽ സംസാരിക്കുന്നത് തന്റെ ഹൃദയത്തിന്റെ നിയന്ത്രണം തെറ്റിക്കുമെന്ന് അവൻ ഭയന്നു. തന്റെ പരിമിതികൾ അവന് നന്നായിട്ട് അറിയാമായിരുന്നു. ശബ്ദമില്ലാത്ത ലോകത്തിന്റെ പരിഹാസങ്ങളെ ഏറ്റുവാങ്ങുന്ന താൻ സാറയുടെ ജീവിതത്തിനൊരു ഭാരമാവരുതെന്ന് അവൻ ആഗ്രഹിച്ചു. അവൻ കൈകൾ താഴ്ത്തി സാറ കാണാതെ പതുക്കെ ആകാശത്തേക്ക് നോക്കി ചിരിച്ചു. ആ ചിരിയിൽ ഒരേ സമയം 1000 സങ്കടങ്ങളുടെ ഭാരവും അതിലേറെ അവളോടുള്ള അതിതീവ്രമായ പ്രണയവും ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. വാക്കുകൾ കൊണ്ട് അവൾ അകറ്റി നിർത്തുമ്പോഴും അവന്റെ ഹൃദയം സാറയോടുള്ള പ്രണയത്തിൽ അലിഞ്ഞു തീരുകയായിരുന്നു. വിധി തനിക്ക് നിഷേധിച്ച ആ മനോഹര കാവ്യം അവൾക്കായി മാത്രം എഴുതപ്പെടുകയാണെന്ന് ആ നിശബ്ദത്തിൽ അവൻ തിരിച്ചറിഞ്ഞു. അവളുടെ ഉള്ളിൽ അവനോടുള്ള സ്നേഹം അവൾ പോലും അറിയാതെ ഒരു പ്രളയജലം പോലെ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരുന്നു. ഓരോ ദിവസവും ആ മതിലിനപ്പുറം നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കാണുമ്പോഴും അവളുടെ ലോകം അവനിൽ മാത്രമായി ചുരുങ്ങിക്കൂടി. സന്ധ്യാനേരത്തെ ആ മനോഹരമായ ചുവപ്പ് രാശിയിൽ അവൾ അവനെ നോക്കി പതിയെ വിരലുകൾ ചലിപ്പിച്ചു. സിദ്ധേട്ടാ. അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ആദ്യമായിട്ടാണ് അവൾ സ്നേഹത്തോടെ ആ വിളി വിളിക്കുന്നു. സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ജനിച്ച നാൾ മുതൽ ശബ്ദങ്ങളുടെ ലോകത്തുനിന്ന് പുറത്തായവന് ആംഗ്യത്തിലൂടെയാണെങ്കിലും ഏട്ടൻ എന്ന ആ വിളി ഒരു സംഗീതം പോലെയാണ് അനുഭവപ്പെട്ടത്. അവനൊന്നും മിണ്ടാതെ അവളെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളോടെ നോക്കി. ശേഷം തന്നെ സങ്കടങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അതിലും മനോഹരമായ ഒരു ചിരി അവൾക്ക് സമ്മാനിച്ചു. ഏട്ടന്റെ ഈ ചിരി കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയെ അവൻ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നുപോയി. അവളുടെ ഓരോ ചലനങ്ങളും അവന്റെ ഇരുണ്ട ജീവിതത്തിലേക്കുള്ള വെളിച്ചമായിരുന്നു. പക്ഷേ തന്റെ നീതിയില്ലാത്ത ലോകത്തേക്ക് അവളെ കൂടുതൽ അടുപ്പിക്കുന്ന അപകടമാണെന്ന് അവന് തോന്നി. അവൻ തന്റെ മനസ്സിനെ ബലമായി കെട്ടിയിട്ടു. സിദ്ധാർത്ഥ ആംഗ്യത്തിൽ അവളോട് പറഞ്ഞു, സമയത്തിന് പോയില്ലേ, ഇനിയിപ്പോ പോയിക്കോ. സന്ധ്യ കഴിയാറായി, വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടാവും. അവൻ വീണ്ടും അവളെ തിരിച്ചു പറഞ്ഞു വിട്ടു. അവളുടെ സാന്നിധ്യം കൂടുതൽ നേരം അനുഭവിച്ചാൽ തന്റെ നിയന്ത്രണം നഷ്ടപ്പെടുമെന്നും അവളോട് പ്രണയം തോന്നിപ്പോകുമെന്നും അവൻ ഭയന്നു. അതുകൊണ്ട് തന്നെ ഹൃദയം മുറിയുന്ന വേദനയോടെയാണെങ്കിലും ഓരോ ദിവസം അവളെ ദൂരേക്ക് പറഞ്ഞയക്കാൻ അവൻ നിർബന്ധിതനായി. കോളേജ് ക്യാൻറ്റീന്റെ മൂലയുള്ള ബെഞ്ചിലിരുന്ന് സാറ തന്റെ ഉള്ളിലെ പരിഭ്രമങ്ങൾ റസിയോട് തുറന്നു പറയുകയാണ്. സാറയുടെ മനസ്സ് ആ മതിലിനപ്പുറത്തെ സിദ്ധാർത്ഥിലായിരുന്നു. എന്താണിതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലടി റസിയ. സാറ തന്റെ ചായ ഗ്ലാസ്സിൽ വിരൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ആ മനുഷ്യൻ, അയാളോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു. ഇതിപ്പോൾ വെറും സഹതാപമാണോ അതോ പ്രണയമാണോ എന്ന് എനിക്ക് തിരിയുന്നില്ല. ആ നിഷ്കളങ്കമായ ചിരി കാണുമ്പോൾ ഞാനതിൽ കുടുങ്ങിപ്പോകുന്ന പോലെയാ. ഇവിടെയുള്ള പിള്ളേരാരെങ്കിലും അയാളെ വേദനിപ്പിക്കാൻ നോക്കുമ്പോൾ അയാളിങ്ങനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാൻ എനിക്ക് തോന്നാറുണ്ട്. എടി, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ലടി. റസിയ സാറേന്ന് പോയി കണ്ണു വീഴ്ചു. എന്നിട്ട് ചുണ്ടിൽ വിരിഞ്ഞൊരു കള്ളശ്ശേരിയോടെ പറഞ്ഞു, അല്ലോയ് എടി, ഇത് അത് തന്നെയാടി പ്രേമം, അണക്കോനോട് മോഹബത്താണെന്ന്. സാറ് ഞെട്ടി. പ്രണയാണോടി, ഉറപ്പാണോ? പിന്നല്ലാതെ. എന്താടി കോപ്പേ, നീ ഇത്രയും നേരം പറഞ്ഞ ലക്ഷണമൊക്കെ ഇതിൻ്റെതാ. വേറെ ആളെ സംരക്ഷിക്കണമെന്നും അയാളുടെ ചിരിയിൽ ലോകം മറക്കണമെന്ന് തോന്നുമ്പോ അത് പ്രേമല്ലാതെ പിന്നെ പുഴുക്കുത്തിട്ട പയറാണോ? റസി അവളെ കളിയാക്കി. സാറ പതുക്കെ തലയാട്ടി. അവൾക്കൊരു സമാധാനം തോന്നിയ പോലെ. എങ്കിൽ ഞാനിത് ഇച്ചാനോട് പറഞ്ഞാലോ, സ്റ്റീഫൻ ഇച്ചാനോട്? റസിയുടെ മുഖത്തൊരു ആശങ്ക നീളിച്ചു. ഇച്ചാൻ എന്തെങ്കിലും പറയൂടി, പോരാതിന് നീ വേറെ മതം, അയാൾ വേറെ മതം. നാട്ടുകാർ വെറുതെ ഇരിക്കില്ലല്ലോ. എടി, എൻ്റെ ഇച്ചായ മുത്ത, എനിക്ക് ഇച്ചാന് ശരിക്കും മനസ്സിലായിട്ടില്ല. പുറമേ കാണുന്ന പോലെ നല്ല കക്ഷി. ഓഹോ, എനിക്ക് കണ്ടപ്പോൾ നല്ലൊരു മുരടന്റെ മട്ടാണ് തോന്നിയത്. റസിയ തന്റെ തട്ടം ശരിയായിക്കൊണ്ട് പറഞ്ഞു. സാറ് ചിരിച്ചുകൊണ്ട് അവളെ തട്ടി. ഓടി, ഈ ചായ സീനൊന്നുമില്ല, ഈ ചായ എന്നെ മനസ്സിലാക്കും. പക്ഷെ അപ്പൻ അറിഞ്ഞ എന്താവെന്ന് എനിക്കറിയില്ല. അപ്പൻ കുറച്ച് കർക്കശക്കാരനാ. റസിയ സാറയുടെ കൈകളിൽ അമർത്തി പിടിച്ചു. അതൊക്കെ ശരിയാകുന്നേ, നമുക്ക് നോക്കാം. എന്തായാലും നീ ധൈര്യമായിട്ട് ഈ ചായനോട് സംസാരിച്ചു നോക്ക്. സംസാരിക്കാം അല്ലേ? പിന്നല്ലാണ്ട് ഈ ധൈര്യമായിട്ട് പറയണേ. അന്ന് രാത്രി വീട്ടിലെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. സ്റ്റീഫൻ തന്നെ മുറിയിൽ നിന്ന് പുസ്തകം വായിക്കുകയായിരുന്നു. വാതിൽക്കൊരു നിഴൽ കണ്ടപ്പോൾ അവൻ തല ഉയർത്തി നോക്കി. സാറയാണ്. അവളുടെ മൊത്തം വല്ലാത്തൊരു വെപ്രാളം. അവൾ പതുക്കെ മുറിക്കുള്ളിലേക്ക് കയറി. ഇച്ചായോ? സാറ വളരെ താഴ്ന്ന സ്വരത്തിൽ വിളിച്ചു. സ്റ്റീഫൻ പുസ്തകം മടക്കി വെച്ച് കസേരയിലേക്ക് ചാരിയിരുന്നു. എന്താണ് ഈ നേരത്ത്? അതില്ലേ ഇച്ചായ, പിന്നല്ലേ. അവൾ വാക്കുകൾ കിട്ടാതെ പതറി. വിരലുകൾ കൊണ്ട് തന്റെ കുർത്തയുടെ അറ്റത്തെ ചുരുട്ടി പിടിച്ച് സ്റ്റീഫൻ ഒരു കള്ളശ്ശേരിയോടെ അവൾ നോക്കി. ആടി, പറയാൻ തരി, എന്താ ഇത്ര വലിയ കാര്യം പറയാൻ? അത് പിന്നെ ഇച്ചായ. അവൾ വീണ്ടും നിർത്തി. പറവണ കാര്യം, നീ ഇങ്ങനെ വിൽക്കുന്ന നേരം വിളിക്കുമല്ലോ. സ്റ്റീഫൻ അവളെ പ്രോത്സാഹിപ്പിച്ചു. ഒടുവിൽ സാറ കണ്ണുകളടച്ച് ഒറ്റ വിശ്വാസത്തിൽ പറഞ്ഞു, ഇച്ചായ, എനിക്കൊരു പ്രേമുണ്ട്. ഓ. അവന്റെ ആ പ്രതികരണം കണ്ട് സാറയുടെ കണ്ണു തള്ളി. എന്താ ഇച്ചായ? ഈ ചായ ഞെട്ടാത്തെന്താ? ഞാൻ ഒരു വലിയ കാര്യം ഈ പറഞ്ഞ്? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. സ്റ്റീഫൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അരികിൽ വന്നു. അവളുടെ തലമുടിയിൽ പതുക്കിയെന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു, എന്റെ പെങ്ങൾ എനിക്ക് അറിഞ്ഞൂടടി.
നീ കുറച്ച് ദിവസങ്ങളായിട്ടേ ആകാശത്താണല്ലോ നടക്കുന്നത്. നിനക്ക് ഈടായിട്ട് വല്ലാത്തൊരു മാറ്റമാടി കൊച്ചേ. സാറ പതുക്കെ തലതാഴ്ത്തി. മനസ്സിലായോ? മനസ്സിലായി. പിന്നെ അത് സിദ്ധാർത്ഥനാണോ? സ്റ്റീഫന്റെ ആ ചോദ്യം കേട്ടതും സാറ് ശരിക്കും ഞെട്ടിപ്പോയി. എങ്ങനെ ഈ ചൈന എങ്ങനെ അറിഞ്ഞു? ആൾ വിക്കി വിക്കി ചിരിച്ചു. സ്റ്റീഫൻ ചിരിച്ചു. അതൊക്കെ എനിക്ക് മനസ്സിലായി കൊച്ചേ. നീ അവനോട് കാണിക്കുന്ന ആ കരുതൽ, അവന് വേണ്ടി ആംഗ്യഭാഷ പഠിക്കാൻ കാട്ടുന്ന വാശിയും കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു നിന്റെ ഉള്ളിൽ ഇഷ്ടം ആ കണ്ണുകൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. സാറയുടെ കണ്ണുകൾ നിറഞ്ഞു. ഈ ചായ അത് സാരമില്ല, നിന്റെ ഈ ചായനെല്ലാം മനസ്സിലാവും. നീ പേടിക്കണ്ട. സിദ്ധാർത്ഥ ഒരു പാവ, അവന് ശബ്ദമില്ലായിരിക്കും. പക്ഷെ നിന്നെ സ്നേഹിക്കാൻ അവന് കഴിയുന്ന എനിക്ക് ഉറപ്പുണ്ട്. മതമൊന്നും ജാതി എന്ന് പറഞ്ഞാൽ ആരൊക്കെ എതിർത്താലും അപ്പൻ കടുപ്പത്തിലാണെങ്കിൽ നീ പേടിക്കണ്ട. നിനക്ക് മുന്നിലൊരു കാവലായി ഞാനുണ്ടാവും. നിന്റെ ഈ ഇഷ്ടവും ഞാൻ നടത്തിത്തരും. സാറയുടെ ഉള്ളിലെ സകല ഭാരവും അലിഞ്ഞു പോയതുപോലെ തോന്നി. അവൾ സന്തോഷം കൊണ്ട് സ്റ്റീഫനെ കെട്ടിപ്പിടിച്ചു. അതാണ് എൻ്റെ ഇച്ചൂട്ടൻ. എനിക്കറിയായിരുന്നു ഈ ചായനെ കൈവിടില്ല എന്ന്. സ്റ്റീഫൻ അവളുടെ തോളിൽ തട്ടി ചിരിച്ചു. മതി മതി, സോപ്പിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്. ബാക്കിയൊക്കെ നമുക്ക് പതുക്കെ ശരിയാക്കാം. ഓ മതി. അവനോട് പറഞ്ഞോ? ഇല്ല. പറയണ്ടേ? എങ്കിൽ വൈകിപ്പിക്കണ്ടടി. പറയാലേ? ഹാ നീ പറ കൊച്ചേ. ഓക്കെ. പിറ്റേ ദിവസം അവൾ വളരെ ഉത്സാഹത്തോടെയാണ് കോളേജിൽ എത്തിച്ചേർന്നത്. സ്റ്റീഫന്റെ കാറിൽ നിന്നിറങ്ങി റസിയെ കാണാൻ ഒറ്റ ഓട്ടമായിരുന്നു പെണ്ണ്. ക്ലാസ്സിലെത്തിയതും അവൾ റസിയെ ഒറ്റ കെട്ടിപ്പിടുത്തായിരുന്നു. എടി റസി, ഉമ്മാ പേടിപ്പിച്ചല്ലോ പയത്തിയെ. ഞാനിത് പറയും സിദ്ധേട്ടനോട്. ശരിക്കും? നിന്റെ ഇച്ചായൻ എന്ത് പറഞ്ഞടി? ഇച്ചായ ഫുൾ സപ്പോർട്ടാ, ഞാൻ പറഞ്ഞില്ലേ. എങ്കിൽ നീ ചെല്ല്. അവൾ അതും പറഞ്ഞ് ക്ലാസ്സിൽ നിന്നിറങ്ങി. അവൻ അന്വേഷിക്കാൻ പോകുന്ന വഴി എന്തോ തട്ടി വീണു. അമ്മേ! ഉരഞ്ഞു പൊട്ടിയ കൈകളിലേക്ക് നോക്കി നിലത്തിരുന്നവൾ പറഞ്ഞു. എന്നിട്ട് ദേഷ്യത്തോടെ മുമ്പിലേക്ക് നോക്കി. താനോ? അതെ. എന്തേ? എന്തോട് താനീ കാണിച്ച്? എന്റെ കൈ. അവളൊരു രക്ഷക വന്നിരിക്കുന്നു. ഇനി മേലെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. താൻ പോടും, ഇനി ഇടപെടും എങ്കിൽ എന്ത് വേണമെന്ന് എനിക്കറിയാം. അവൻ അവളെ ചവിട്ടി. ശേഷം അവിടുന്ന് പോയി. അവൾ അവിടുന്ന് കൈതടവി എഴുന്നേറ്റു. പിന്നെ അവനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അവന്റെ ക്ലാസിന്റെ പരിസരത്തും മറ്റും അന്വേഷിച്ചു. ഇല്ല, അവിടെ എങ്ങും ഇല്ല. ഇതെവിടെ പോയി ആവോ? വന്നില്ല ഇനി. പക്ഷെ ഇങ്ങോട്ടേക്ക് നടക്കുന്ന ഞാൻ കണ്ടതാണല്ലോ. അതും ആലോചിച്ച് അവൾ വായനശാലയിൽ പോയി. അവന് ഏറ്റവും പ്രിയപ്പെട്ട ഇടം. അവിടെ പോയി നോക്കുമ്പോൾ കണ്ട കാഴ്ച അവളുടെ രക്തം തിളപ്പിച്ചു. ആ വിഷ്ണുവും ഗ്യാങ്ങും സിദ്ധുവിനെ ഇടിക്കുന്നതായിരുന്നു അവൾ കണ്ടുകൊണ്ട് വന്ന്. ഓ വന്നല്ലോ അവന്റെ കാവൽമാലാക. നിനക്ക് എന്നാടി ഇവന്റെ കാര്യത്തിൽ ഒരു ഇളക്കം? ഇവിടെയുള്ള ഭാഗ്യാർക്കും പ്രശ്നമില്ലല്ലോ. ആ ഇളകും. എന്റെ ഇതിനെ തൊട്ട് എനിക്ക് ഇളകും. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പല്ലേ? ഇവനൊക്കെ പ്രേമിക്കാൻ കൊള്ളുവച്ചേ. മോശം മോശം. അവനും അടുത്താ ചേട്ടനോട് പറഞ്ഞാൽ മതി, എല്ലാം ഞാൻ ശരിയായി തരാം. അവൻ പറയലും സാർ അവന്റെ കരണം കുറ്റി നോക്കി പൊട്ടിച്ചത് ഒരുമിച്ചായിരുന്നു. ഡീ മാന്യമായി സംസാരിക്കണം നിന്നെ. അവൻ അവളെ വല്ലതും ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവൾ കാറിക്കൂവി. അപ്പോഴേക്ക് അവിടെ സെക്യൂരിറ്റി വന്നു. അവൻ തക്കം നോക്കി സിദ്ധുവിന്റെ കൈയും പിടിച്ച് വലിച്ച് അവിടുന്ന് പോയി. പുറത്തിറങ്ങി അവനോട് വല്ലതും ചോദിക്കുന്നതിന് മുമ്പേ അവനോടൊന്ന് പോയിരുന്നു. സിദ്ധേട്ടാ പോലെ ആൾ ഉച്ചത്തിൽ പറഞ്ഞു. അത് ചെറിയ രീതിയിൽ അവന് കേൾക്കാമെങ്കിലും അവൻ കേൾക്കാത്ത പോലെ നടന്നുപോയി. ശേഷം ഓടിയൊരു സ്ഥലത്തിരുന്നു. ആകാശം നോക്കി ഓരോന്ന് ചിന്തിച്ചു. അവൻ മനസ്സിൽ ഇങ്ങനെയായിരുന്നു ചിന്തിച്ച്. വേണ്ട, എൻ്റെ ജീവിതത്തിൽ ആ മാലാഖ വരണ്ട. അതവൾക്ക് നല്ലതാവില്ല. എന്തെങ്കിലും പറ്റിയൊന്ന് ഒച്ച വെച്ച് ആളെ കൂട്ടാൻ പോലും എനിക്ക് പറ്റില്ല. ചേർത്ത് നിർത്തി സംരക്ഷിക്കാനാവില്ല എനിക്ക്. മറക്കണം. അവൾക്ക് കൂടുതൽ പ്രതീക്ഷ കൊടുക്കരുത്. ഒഴിവാക്കണം. അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ട്, നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. സിദ്ധേട്ടാ. അവൾ അവനെയും വിളിച്ച് അങ്ങോട്ടേക്ക് വന്നു. അവനെന്തോ ആംഗ്യം കാണിക്കാൻ തുടങ്ങി. കുറച്ച് പണിയുണ്ട്, പിന്നെ കാണാം. ഏട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞ് അത് പിന്നെ. അവളും കൈകൾ കൊണ്ട് ഓരോ കാര്യം കാണിക്കുന്നുണ്ട്. സാർ കൊച്ചേ. അവൻ കൈകൾ കൊണ്ട് അവളെ വിളിച്ചു. അവൾ വല്ലാത്ത ഉത്സാഹത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. വേണ്ടടാ, ചേരില്ല, വിട്ടേക്ക്, മറന്നേക്ക്. ഏറെ ഉത്സാഹത്തോടെ അവന്റെ കണ്ണുകളിലേക്കും കൈകളിലേക്കും നോക്കി അവളുടെ മുഖം മങ്ങി. സിദ്ധേട്ടൻ, ഞാൻ ബൈ. അവൻ കൈ കൊണ്ട് കാണിച്ച് അവൻ തിരിഞ്ഞടക്കാൻ തുടങ്ങി. അവൾ അവന്റെ കൈകൾ പിടിച്ചു. പ്ലീസ് പോവില്ലേ, ചേരും, നമ്മളെ ചേരൂ. അവൻ അവളുടെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് തിരിഞ്ഞടന്നു. അവൾ ഒരു ശീല കണക്കി അവിടെ നിന്നു. കണ്ണുകൾ കലങ്ങുന്നുണ്ട്, നിറഞ്ഞൊഴുകുന്നുണ്ട്. അതേ തോതിൽ അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടതാ ഏട്ടന്റെ കണ്ണുകളിൽ എന്നോടുള്ള പ്രണയം. അതുകൊണ്ടല്ലേ ഞാൻ തുറന്നു പറഞ്ഞ്. എന്തിനാ എന്നോട് ഇങ്ങനെ? ക്ലാസ്സിൽ ചെന്ന് റസിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന സാറയെ സമാധാനിപ്പിക്കാൻ അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എന്ത് പറ്റിയടി? വിട്ടേക്ക്. ചിലപ്പോൾ നിനക്ക് പ്രശ്നം വേണ്ടാന്ന് കരുതിയാവും. പോട്ടെ. പറ്റില്ല, നീ വേണം, നീ ഇഷ്ടം. കള്ളത്തിനും പറയോ ചേരില്ല എന്നൊക്കെ. ചേരുമെന്ന് എനിക്കറിയാലോ. ആ ചേരും, അവൻ എൻ്റെ കൊച്ചേ ചേരും. അവൾ വീണ്ടും കരയാൻ തുടങ്ങി. അന്ന് അവൾ ഭക്ഷണം പോലും കഴിക്കാതെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയായിരുന്നു.
പോകുന്ന വഴി നടന്നു പോകുന്ന സിദ്ധുവിനെ കാറിൽ കണ്ട സാറ വീണ്ടും കരയാൻ തുടങ്ങി. അവൾ സ്റ്റീഫനോടെല്ലാം പറഞ്ഞു. അയ്യേ, അതിന് കരയോ വെച്ച്? ഷേ, ആവുന്ന എനിക്കുള്ള വെച്ച് കരയണ്ട കേട്ടോ. രാത്രിയോളം ഫുഡ് കഴിക്കാൻ സ്റ്റീഫൻ വിളിച്ചെങ്കിലും പോയില്ല. പിറ്റേ ദിവസം കോളേജില്ല, ലീവായിരുന്നു. കരഞ്ഞളർന്ന് ഉറങ്ങിപ്പോയത് എപ്പോഴാന്ന് അവൾക്ക് നിശ്ചയമില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റവൾ ജനാലർന്ന് പുറത്തേക്ക് നോക്കി. അവിടെ പതിയെ പോലെ അവൻ ചെടികളുടെ ഇടയിലുള്ളതായി അവൾ കണ്ടു. സമയം പാഴാക്കാതെ അവൾ അങ്ങോട്ടേക്ക് ഓടി. അവളെ കണ്ടതും അവൻ വേഗം പൈപ്പ് ഓഫാക്കി അകത്തേക്ക് കയറിപ്പോയി. അവൾ അവനെ വിളിച്ചു. സിദ്ധേട്ടാ, പോലെ നിക്ക്. അവനത് ചെറുതായി കേൾക്കാമെങ്കിലും മനസ്സിലോടെ അവൻ ഉള്ളിലേക്ക് കയറിപ്പോയി. എന്താ അവിടെ? പുറകിൽ നിന്ന് അപ്പന്റെ ശബ്ദം കേട്ടതും അവൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. അത് അപ്പ. എന്താ അവിടെയെന്ന്? ഏയ്, ഒന്നുമില്ല. ആ, അവിടത്തേനെ അങ്ങനെ നിക്കണ്ട. അപ്പുറത്തെ ഏതോ ഊമച്ചക്കനാ. വിശ്വസിക്കാൻ കൊള്ളുമില്ല എന്നൊക്കെ ആർക്കറിയാം. പോരാത്തതിന് ഇന്ത്യച്ചക്കനും താഴ്ന്ന ജാതിയും. അധികം പോയി മിണ്ടണ്ട. അവനെ കുറിച്ച് പറയുന്ന കേട്ടിട്ട് അവൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവൾ പ്രതികരിക്കാതെ ഇരുന്നു. ആ, എങ്കി പിന്നെ അകത്ത് കയറിപ്പോടി. അയാൾ ആക്രോശിച്ചതും അവൾ അകത്തേക്ക് കയറിപ്പോയി. അവൾ പോയതും അവൻ വീണ്ടും പുറത്തേക്ക് വന്ന് ചെടികളുടെ അടുത്തായി ഇരുന്നു. കുര്യൻ അവനെ ഒന്ന് ചൂഴി നോക്കി. എന്നിട്ട് പുച്ഛിച്ചൊരു ചിരി കൊടുത്തു. അവൻ അതുകൊണ്ട് നിസ്സാരനായി ചിരിക്കുക മാത്രമാണ് ചെയ്ത്. അല്ലെങ്കിൽ അവനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവൾ മുറിയിലേക്ക് പോയി പൊട്ടിക്കരയാൻ തുടങ്ങി. ഊമയാണെന്ന് ആയിക്കോട്ടെ, അതിനെന്താ എന്ന് വെച്ചാൽ അവൻ സംസാരിക്കില്ലെന്നോ? അല്ല, നമ്മളെക്കാൾ ഭംഗിയായിട്ട് കൈകൾ കൊണ്ട് അവൻ സംസാരിക്കുന്നുണ്ട്. വിശ്വസിക്കാൻ കൊള്ളുമെന്ന്? കൊള്ളും, മറ്റാരെക്കാളും കൊള്ളും. ഹിന്ദുവാണെങ്കിൽ എന്താ, മനുഷ്യരല്ലേ? അല്ല, ചിലർ പോലെ ദുഷിച്ച മനസ്സുള്ള മൃഗമൊന്നും അല്ലല്ലോ. ജാതി പോരെന്ന്, അതെന്ത് പിഴച്ചു? അവൾ സ്വയം പുലമ്പി. കുര്യൻ തന്നെ വണ്ടിയെടുത്ത് എങ്ങോട്ടേക്കോ പോയിരുന്നു. അവളൊന്നും കഴിക്കാതെ തന്നെ ഇരുന്നു. കൊച്ചെ, നീ ചായം പറയുന്ന കേൾക്ക്. ഇല്ല, വേണ്ട. കൊച്ചെ, വേണ്ട. സ്റ്റീഫൻ അവളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് നേരെ പോയത് സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്കാണ്. അവനവിടേക്ക് വരുന്ന കണ്ടതും സിദ്ധാർത്ഥ് തുണിയെടുത്ത് ഒരു ചെയർ തുടച്ചു വെച്ചു. എന്നിട്ട് അവനവിടെ ഇരിക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. എന്നെ മനസ്സിലായോ? ആയി എന്നർത്ഥത്തിൽ അവനൊന്ന് ചെറുതായി ചിരിച്ചു. സാറയുടെ ചേട്ടനാ. അവൻ പതുക്കെ തലയാട്ടി. അവൾക്ക് നീ ജീവനാ. അവൻ ഞെട്ടി. ഇതെങ്ങനെ ഇയാൾ അറിഞ്ഞു എന്ന ഭാവമായിരുന്നു അവന്റെ മുഖത്ത്. തന്നെ ഇയാൾ ബാക്കി വെച്ചേക്കില്ലെന്ന പേടി ആ മുഖത്ത് നിഴലിച്ചു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അവനതിന് കുറച്ചുകൂടി ശബ്ദത്തിൽ പറയുന്ന രീതിയിൽ കൈപൊക്കി കാണിച്ചു. ആ, എനിക്ക് ഈ ബന്ധത്തിൽ എതിർപ്പൊന്നുമില്ല. ഇന്നേവരെ കൊച്ചിന്റെ ഇഷ്ടത്തിനെതിരെ ഞാൻ നിന്നിട്ടില്ല. അവൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ നീ നല്ലതാണെന്ന് ഉറപ്പെനിക്കുണ്ട്. ഞാൻ നടത്തി തരൂ ഇത്. അവളിങ്ങനെ കരയിക്കരുത്. കൊച്ചൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. അവൻ ഞെട്ടി സ്റ്റീഫനെ നോക്കി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. വർഷങ്ങൾക്കിപ്പുറം സാറയ്ക്ക് പുറമെ ഒരു മനുഷ്യനെ കണ്ടുള്ള സന്തോഷമായിരുന്നു അവന്. എല്ലാവരും ആട്ടിയും തുപ്പിയും മാത്രമേ അവന് പരിചരിച്ചിട്ടുള്ളൂ. അവഗണനകൾ മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ അയാൾ വന്ന് മാന്യമായി സംസാരിക്കുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതുകൊണ്ട് സ്റ്റീഫൻ അവനെ കെട്ടിപ്പിടിച്ചു. അവൻ പിന്നെയും ഞെട്ടി. കോളേജിലെ ആ പ്യൂൺ പോലും അവനോട് സഹതാപം കാണിച്ചിട്ടുണ്ടെങ്കിലും ജാതിയുടെ പേരിൽ തന്നെ ഒന്ന് തൊടാൻ പോലും മടിച്ചിരുന്നു. ഇതെല്ലാം കണ്ട് അവൻ അത്ഭുതമായിരുന്നു. അവളെ വേദനിപ്പിക്കരുത്, അതുമാത്രം പറഞ്ഞ് അവനവിടെ നിന്നും പോയി. അവനവിടെ തറഞ്ഞു നിന്നു. വൈകുന്നേരമായപ്പോഴും അവളവിടെ മതിലിനടുത്ത് മതിലിന്റെ മുകളിൽ കൈവച്ച് അതിന്റെ മേലെ താടി ചേർത്ത് നിൽക്കുന്നുണ്ട്. അവനെയും നോക്കി. അങ്ങനെ നോക്കി നോക്കി അവൾ ഉറങ്ങിപ്പോയിരുന്നു. സിദ്ധാർത്ഥ് ജോലിയും കഴിഞ്ഞു വരുമ്പോൾ അവിടെ നിന്ന് ഉറങ്ങുന്ന സാറിയാണ് കാണുന്നത്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ അവൻ പല പണികളും ചെയ്താണ് ജീവിക്കുന്നത്. കോളേജിലെ ഫീസ് അടക്കാൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അവൻ. അവന്റെ കാലച്ച് കേട്ടത് അവൾ ഞെട്ടി എഴുന്നേറ്റു. സിദ്ധേട്ടാ, നിക്ക്. അവൾ ഉച്ചത്തിൽ വിളിച്ചു. അവൻ അങ്ങോട്ടേക്ക് ഓടി. സാറ് കൊച്ചേ, അവൻ കൈകൊണ്ട് അവൾ വിളിച്ചു. അവൾ കണ്ണു നിറച്ച് ഉത്തരം നൽകി. സോറി. അവൻ കൈ ക്രോസാക്കി ചെവിക്ക് ഏത്തമിട്ടുകൊണ്ട് സോറി പറഞ്ഞു. അവളതിന് ചിരിച്ചു. എനിക്ക് വേണ്ട സോറി. പിന്നെ എന്താ വേണ്ടേ? അവൻ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവളതിന് കൈ രണ്ടും നീട്ടി. അവന് നോക്കിയതിനു ശേഷം അവളെ പുണർന്നു. മതിലിന് അപ്പുറം ഇപ്പുറവുമായി അവർ കെട്ടിപ്പിടിച്ചു. ഇനി പറ, എന്നെ ഇഷ്ടമാണെന്ന്. അതിനവൾ നെഞ്ചിൽ കൈവച്ച് ആംഗ്യം കാണിച്ചു. അവളെ അവന് ജീവനാണെന്ന്. ഒന്നും കഴിച്ചില്ല അല്ലേ? അവനൊന്ന് ശകാരിക്കുന്ന രീതിയിൽ അവളോട് ചോദിച്ചു. അവളതിനില്ല എന്ന് തലയനിക്ക് മറുപടി പറഞ്ഞു. എങ്കിൽ പോയി കഴിക്കുവണ്ണേ. അവൻ ആംഗ്യം കാണിച്ചുകൊണ്ട് അവളെ തലയ്ക്ക് മേടി. അവളൊന്നും പറയാതെ ആ മതിലിൽ വലിഞ്ഞു കയറിക്കൊണ്ട് അപ്പുറത്തേക്ക് ചാടി. അവൻ കണ്ണു മിഴിച്ച് അവളെ നോക്കി. എന്താ നോക്കതേ? വാ, ഫുഡ് കഴിക്കാം. അവൻ അവൾ അന്യഗ്രഹ ജീവിയെ നോക്കുന്ന പോലെ നോക്കി. ഇവിടെ ഭക്ഷണമില്ലേ? അവൾ വീണ്ടും ചോദിച്ചു. അവനതിനുണ്ടെന്ന് തലയാട്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു. എങ്കിൽ ഏട്ടനോടൊപ്പം കഴിച്ചോളാം ഞാൻ. അവനതിന് സന്തോഷത്തോടെ തലയാട്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു. സാർ അവന്റെ വീട്ടിലേക്ക് കയറാനായി പോയതും അവനവളെ തടഞ്ഞു. ഉള്ളിൽ ചെന്ന് ചെറിയൊരു വിളക്കുമെടുത്ത് അവൾ കൊടുത്തിട്ട് വലതുകാൽ വെച്ച് കയറാൻ പറഞ്ഞു. അവൾ അതീവ സന്തോഷത്തോടെ അത് ചെയ്തു. ശേഷം രണ്ടുപേരും ആ വീടിനുള്ളിലേക്ക് കയറി. അവളുടെ നെറ്റിയിൽ അവൻ ചെറിയ രീതിയിൽ ചന്ദനം തൊട്ട് കൊടുത്തു. അധികം സൗകര്യങ്ങളില്ലാത്ത ഒരു മുറി മാത്രമുള്ള ഒരു ചെറിയ വീട്. കഴിക്കാൻ വേണ്ടി ഹാളായിട്ടൊന്നും പ്രത്യേകിച്ച് സ്ഥലമില്ല. ഒരു ചെറിയ അടുക്കളയുള്ള വീട്. പക്ഷെ അവൾക്കത് സ്വർഗമായിട്ടാണ് തോന്നിയത്.
അവൻ പരമാവധി അവളെ കംഫർട്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ അടുക്കളയിലേക്ക് നടന്നു. അവിടെ ഇരിക്കാൻ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. എങ്കിലും അവൾ അവിടെയുള്ള ചെറിയ പലകയിലിരുന്നു. അവൻ വേഗം കുറച്ച് ചോറും കറിയും പ്ലേറ്റിലാക്കി അവൾക്ക് നേരെ നീട്ടി. ആഹാ, ഇത്രയും നേരം എന്നെ കരയിപ്പിച്ചിട്ട് എനിക്ക് വാരി തന്നാ മതി. അവൻ ചിരിച്ചുകൊണ്ട് ഒരു ഉരുള ചോറ് അവൾക്കായി നീട്ടി. അവൾ സന്തോഷത്തോടെ കഴിച്ചു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല സ്വാദ്. അവൾ വേഗം കഴിക്കാൻ തുടങ്ങി. അതേ ഉത്സാഹത്തിൽ അവനവളെ വാരി കഴിപ്പിച്ചു. കഴിച്ചു തീരാറപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിൽ നിന്ന് അവളുടെ അച്ഛന്റെ കാറിന്റെ ശബ്ദം അവൾ കേട്ടു. അയ്യോ അപ്പ! അവൾ പിടഞ്ഞെഴുന്നേറ്റു. മുഴുവൻ കഴിക്കുവച്ചേ, ഇത് കുറച്ചുകൂടെ ഉള്ളൂ. അവനവളെ തിരിച്ച് പിടിച്ചിരുത്തിക്കൊണ്ട് ആംഗ്യം കാണിച്ചു. ഏട്ടാ, അപ്പ വന്നു. വീട്ടിൽ കണ്ടില്ലെങ്കിൽ അപ്പ വെട്ടും. ഞാൻ പോട്ടെ, നാളെ കോളേജിൽ ഫുഡ് എടുത്ത് വന്നാൽ മതി, ഞാൻ അപ്പ കഴിച്ചോളാം. അവൾ ധൃതി പിടിച്ച് ആംഗ്യം കാണിച്ചു. അന്ന് രാവിലെ അവനെ നോക്കി പൂച്ചിച്ച ആ മനുഷ്യന്റെ മുഖം ഓർമ്മ വന്നതും അവൻ അവളോട് വേഗം പൊയ്ക്കോളാൻ പറഞ്ഞു. അവൾ ആ വീടിന്റെ പിറകിലൂടെ ഇറങ്ങി ഓടി. ശേഷം അവിടെയുള്ള മതിലിയാടി അവളുടെ വീടിന്റെ പിന്നാമ്പുറത്തൂടെ അകത്തേക്ക് കയറി. ശേഷം സാരിയുടെ തലപ്പ് കൊണ്ട് വിയർപ്പൊപ്പി. അവളുടെ വെപ്രാളം കൊണ്ടുള്ള ഓട്ടം കണ്ട് അവന് ശരിയാണ് വന്ന്. അവളോട് അവന് വല്ലാത്ത സ്നേഹം തോന്നി. താലോലിക്കാനും ചേർത്ത് പിടിക്കാനും അവന്റെ ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ കൂട്ട് അവന്റെ പെണ്ണ്. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. പ്ലേറ്റിലുള്ള ബാക്കി ചോറ് അവൻ തന്നെ കഴിച്ചു. സാറ പതിയെ ഉള്ളിലേക്ക് കയറി. നീ ഇവിടെ ഉണ്ടായിരുന്നോ? അവൾ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, അതെന്താ നെറ്റിയില്? അവൾ ഞെട്ടി. അമ്മേ ചന്ദനം, കർത്താവേ! എന്താ അത്? അത് ഞാൻ ചപ്പാത്തിക്ക് പൊടി കുഴക്കായിരുന്നു, ആ പൊടിയായതാവും. അവൾ വേഗം തുടച്ചു കളഞ്ഞു, മനസ്സില്ലാ മനസ്സോടെ. നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ, ചെന്ന് കഴിക്ക്. ഞാനിപ്പോ കഴിച്ചു, നല്ല ചോറും സാമ്പാറും. അതിന് ഇന്ന് ബീഫ് ബിരിയാണിയല്ലേ ഉണ്ടാക്കി? ദൈവമേ, എന്നെ പരീക്ഷിക്കുകയാണോ? അവൾ മനസ്സിൽ കർത്താവിനെ സ്മരിച്ചു. ബിരിയാണി തന്നെ, ഞാൻ ഇന്നലത്തെ ഓർമ്മയിൽ പറഞ്ഞ. എങ്കിൽ ചെന്ന് അടിച്ചു വാര്. അവൾ അവിടുന്ന് വേഗം ഓടി രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. പിറ്റേന്ന് കോളേജിൽ പോയി റസിയാകെ ചെവിയിൽ സമാധാനം കൊടുക്കാതെ അവൾ ഓരോന്നും പറഞ്ഞു കേൾപ്പിച്ചു. എന്റെ മോളെ മതി, നീ നിർത്തിക്കേ. ഇല്ല, എന്നിട്ടുണ്ടല്ലോ അപ്പ വന്നു, ഞാൻ ഓടി. അയ്യോ, എന്നിട്ട്? അവളെല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. അങ്ങനെ നിന്റെ മാവ് പൂത്തു. ഇനി എപ്പോഴടി നിന്റെ ഈ PG കഴിഞ്ഞാലുണ്ടാവും. ആരെയോ കണ്ടുവച്ചിട്ടുണ്ടെന്നാ കാരണവര് പറഞ്ഞേ. ഓഹോ, അയാൾക്കെന്താ ജോലി? അന്നറിയില്ല, രണ്ടാം കെട്ട അയാളുടെ ഇത്. അയ്യോ, ആദ്യത്തെ ഭാര്യയ്ക്ക് എന്താ പറ്റിയേ? മരിച്ചതാ, ക്യാൻസർ ആയിരുന്നു അത്രേ. അയാൾക്കെന്താ ജോലി? ഒരു ബേക്കറിയിലാ. കുട്ടികളുണ്ടോ അയാൾക്ക്? ഉണ്ട്, ഒരു മോനും മോളും. നിനക്കത് ബുദ്ധിമുട്ടാവോ? ഹേയ്, എന്ത് ബുദ്ധിമുട്ട്? ആരൊക്കെ വലിയ കുട്ടികളല്ലേ. അയാൾക്ക് എത്ര വയസ്സുണ്ടപ്പോ? അതെനിക്കറിയില്ല, പക്ഷേ അയാളുടെ ഇളയ മകളാ, നമ്മുടെ ക്ലാസ്സിലെ സുൽത്താനാ. എന്താ പറഞ്ഞേ? ഏട്ടി റസി, അച്ഛൻ്റെ പ്രായമുള്ള ഒരാളെയാണോ നീ? വിധിയാടി, വേറെ വഴിയില്ല. റസി, ഇത് തമാശയില്ല. നിന്റെ ജീവിതം ജീവിക്കേണ്ട നീയാ. സ്വന്തം ആത്മാവിനെ പാവയിൽ തളച്ച് മറ്റുള്ളവർക്ക് കളിക്കാനും നിയന്ത്രിക്കാനും കൊടുക്കുന്നതിൻ്റെ ഈ സ്വഭാവം നിർത്തിക്കോ. നീ ആഗ്രഹമില്ലായിട്ടല്ലടി. നീ പറഞ്ഞ പോലെ സ്വന്തം ആത്മാവിനെ വിട്ടുകൊടുക്കുന്നല്ല, അതിനെനിക്ക് ആത്മാവ് ഉണ്ടായിട്ട് വേണ്ടേ? അവളൊരു വിഷാദം കടന്ന ചിരിയോട് അവളോട് പറഞ്ഞു. നീ പേടിക്കണ്ട, നിന്നെ അങ്ങനെ ഞാൻ അതിന് വിട്ടുകൊടുക്കില്ല. അവളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു. ഇന്റർവെൽ ആയപ്പോൾ അവൾ സിദ്ധാർത്ഥിനെ കാണാൻ ഓടി. അവനെ കണ്ടതും അവന്റെ കയ്യിൽ തൂങ്ങി അവൾ നടക്കാൻ തുടങ്ങി. കണ്ടു നിന്നവർ അടക്കം പറഞ്ഞ് പൂച്ഛിച്ചുകൊണ്ട് നടന്നു. ചിലരിൽ അത്ഭുതമായിരുന്നു, ചിലരിൽ ഒരു ഭാവമില്ലായിരുന്നു. അവൾ അവനെ വലിച്ചുകൊണ്ടുപോയി അവിടെ ഒരു മരത്തിന് ചുവട്ടിലിരുന്നു. എന്നിട്ട് അവനെ ശ്വാസം പോലും വിടാൻ സമ്മതിക്കാതെ വീട്ടിലെത്തിയപ്പോൾ നടന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവനത് മുഴുവൻ കേട്ടിരുന്നു. ഓരോന്നും ഓരോ ഭാവത്തിൽ പറയുന്ന അവരുടെ നിഷ്കളങ്കതയെ നോക്കിയിരിക്കുകയായിരുന്നു അവൻ. അയ്യോ, എന്ത് ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ട് അമ്മേ! അവൻ ചിരിച്ചു. എന്താ നോക്കണേ? ഒന്നില്ലെന്ന രീതിയിൽ ചുമൽ കൂച്ചിക്കൊണ്ട് അവൻ മറുപടി കൊടുത്തു. അവൾ പിന്നെ സങ്കടത്തോടെ റസിയുടെ കാര്യം പറയാൻ തുടങ്ങി. അവൻ അവളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. എനിക്കൊരു മൂക്കുത്തി വാങ്ങിത്തരുമോ? കുപ്പിയോളകളും വേണം. അത് നിന്റെ അപ്പ വാങ്ങിത്തരില്ലേ? അവൻ അവളോട് ആംഗ്യത്തിൽ ചോദിച്ചു. ഇല്ലാലോ, അപ്പക്കൊന്നും ഇഷ്ടമല്ലേ നീ? നിങ്ങളുടെ ഉത്സവത്തിനേക്ക് അതുണ്ടാവുക. എനിക്ക് വാങ്ങിത്തരുമോ അത്? അവൻ വാങ്ങാമെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തലയാട്ടി. എങ്കിൽ ഞാൻ ഇച്ചാനോട് പറഞ്ഞ പൈസ കൊണ്ടുവന്ന് തരാം, ഇപ്പൊ തന്നെ തരാം. അവൾ അവിടുന്ന് ഓടാൻ തുടങ്ങിയപ്പോൾ അവൻ പിടിച്ചു വെച്ചു. അവൻ വേണ്ട എന്നർത്ഥത്തിൽ തലയാട്ടി. എന്നിട്ട് ആംഗ്യം കാണിക്കാൻ തുടങ്ങി. ഞാൻ വാങ്ങി വന്നോളാം, എന്റെ കൊച്ചു ആദ്യമായിട്ട് പറയുന്നല്ലേ. അവൻ സന്തോഷത്തോടെ പറഞ്ഞു. അല്ല, അത് ഒരുപാട് പൈസയാവില്ലേ? അവനതിന് കണ്ണി ചിമ്മി കാണിച്ചു. അവൾ നന്നായിട്ടൊന്ന് ചിരിച്ചു. ശേഷം അവനെ പുണർന്നു. അവനവളെ നെഞ്ചിൽ ചേർത്തു. ശേഷം അകന്നു മാറി. അവന്റെ കവിളിലായി അവൾ മുത്തി. അവൻ അമ്പരെന്ന് അവളെ നോക്കി ചുറ്റും. ശേഷം പരിഭ്രമത്തോടെ ചുറ്റിലും നോക്കി. അവൾ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ, എന്റെ സാറെ കുറിച്ച് ആരെങ്കിലും കാണും? അവൻ കണ്ണുമിഴിച്ച് വെപ്രാളപ്പെട്ട് ആംഗ്യം കാണിച്ചു. ഏട്ടനെന്താ ഇങ്ങനെ? സാധാരണ ആണുങ്ങൾ ഇതൊക്കെ ചെയ്യാം, ഇപ്പൊ ഞാനങ്ങോട്ട് തരേണ്ട അവസ്ഥയാ.
അവൻ അവൾ പറയും നോക്കി നിന്നു. ശേഷം ചിരിച്ചുകൊണ്ട് ആരുമിൽ നിന്ന് ഉറപ്പുവരുത്തി അവളുടെ അധരങ്ങളെ നുകർന്നു. അവളുടെ വാലിട്ടെഴുതിയ കൺമുഷി കണ്ണുകൾ വിടർന്നു. മതിയോ? ആ നിഷ്കളങ്കമായി കൈകൾ കൊണ്ട് ചോദിച്ചു. നാളത്താൽ ചുവപ്പ് രാശി പടരുന്ന കവിള മുഖവുമൊക്കെ മറക്കാൻ പാടുപിടിക്കുകയായിരുന്നു പെണ്ണ്. ദിവസങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. ചെവി തല കേൾപ്പിക്കാതെ സാറ എന്നും പറയാനുള്ള റസിയോടെ എപ്പോഴോ സ്റ്റീഫനൊരു ഇഷ്ടം മുട്ടിട്ട് തുടങ്ങിയിരുന്നു. അവളെ കാണുമ്പോഴെല്ലാം ഹൃദയം താളം തെറ്റി മിടിച്ചു തുടങ്ങിയിരുന്നു. ഇച്ചായ, ആ എന്താടി? ഇത് ഏത് ലോകത്താ? ഏയ് ഒന്നുമില്ലടി. എന്താണ് കുറച്ച് ദിവസമായിട്ട് ഒരു ഇളക്കം? ഓ ആയിക്കോട്ടെ. എടി ഞാൻ നിന്നെ റസിയെ അങ്ങ് കിട്ടിയാലോ? അല്ല റസിയെ. അപ്പൊ അതാണില്ലേ കുറച്ച് ദിവസമായിട്ട് ഒരു ഇളക്കം? പോടി. അവള് പാവ, ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഈ ചായ കിട്ടിക്കോ. അല്ല അവൾക്ക് സമ്മതമായിരിക്കൂലേ? ആ അതൊക്കെ നമുക്ക് സെറ്റാക്കാം. കാറിൽ യാത്ര ചെയ്യുന്നതിനിടക്ക് അവർ സംസാരിക്കുകയാണ്. കോളേജിലെത്തിയത് അവൾ കാറിന്റെ ഡോറും തുറന്ന് നേരെ വായനശാലയിലേക്ക് ഓടി. ഈ പെണ്ണ് ഇത് ബ്രേക്കില്ലാണ്ട് ഓടുകയാണല്ലോ. താറാവ് ഓടുന്ന പോലെ ഓടിപ്പോകുന്ന സാറയെ നോക്കി സ്റ്റീഫൻ പറഞ്ഞു. അവൾ നേരെ ഓടിയത് സിദ്ധാർത്ഥിന്റെ അടുത്തേക്കാണ്. ഏട്ടാ, ലൈബ്രറിയും തുറന്ന് അവന്റെ അടുത്തേക്ക് ഓടി അവനെ വാരിപ്പുണർന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവനിൽ പറ്റിച്ചേർന്നിരുന്നു. ശേഷം അവന്റെ നെഞ്ചിൽ നിന്ന് തലയുയർത്തി. എവിടെ എന്റെ സാധനം? അവൾ ഉത്സാഹത്തോടെ ചോദിച്ചു. അമളി പറ്റിയ പോലെ തലയിൽ കൈവച്ച് അവൻ അവളെ നോക്കി. അപ്പൊ ഇന്നും മറന്നൂലേ? അവൻ സോറി എന്ന രീതിയിൽ കണ്ണിച്ചിമ്മി. പോ, മിണ്ടൂല ഞാൻ. ഇനി എപ്പോഴാ വാങ്ങിത്തീനോ? ഉത്സവം കഴിഞ്ഞില്ലേ? അവൻ അവളുടെ കവിളുകൾ കടിച്ചെടുത്തു. വേദനിച്ചു കേട്ടോ. സോറി വച്ചേ, ക്ഷമിക്കുന്നേ. ഉടനെ കാവിൽ വേറൊരു ഉത്സവം വരുന്നുണ്ട്, അന്ന് വാങ്ങിത്തരാം. എപ്പോഴാ? 2 ആഴ്ച കഴിഞ്ഞാ. അവൻ കൈകൾ കൊണ്ട് സംസാരിച്ചു. എങ്കിലും ഞാൻ മിണ്ടില്ല. പോ. അവൾ മുഖം തിരിച്ചിരുന്നു. അതെ, മറന്നുപോയിട്ടല്ലേ? അവനവളുടെ മുഖം തന്നെ നേർക്ക് തിരിച്ചുകൊണ്ട് കൈകൾ കൊണ്ട് സംസാരിച്ചു. ഏട്ടന് പൈസ ഉണ്ടാക്കണ്ടേ? ഫീസ് അടച്ചല്ലേ ഉള്ളു പെണ്ണേ. അടുത്ത ഉത്സവം കൂട്ടി വെച്ച് ഞാൻ വാങ്ങിത്തരാം കേട്ടോ. അയ്യോ, ഞാൻ അതല്ല. അറിയാം, ഞാൻ പറഞ്ഞില്ല ഇച്ചാൻ്റെ അടുത്ത് വാങ്ങിത്തരാന്ന്. ഞാൻ പറഞ്ഞില്ല എൻ്റെ കൊച്ചിന് ഞാൻ തന്നെ വാങ്ങിക്കൊടുത്തോളാന്ന്. അവർ ആംഗ്യത്തിലൂടെയാണ് സംസാരിക്കുന്നത്. അപ്പോഴേക്കും ബെല്ലടിച്ചിരുന്നു. ക്ലാസ്സിൽ പോണ്ടേ മിസ്റ്റർ? സാറ് കുസൃതിയോടെ ചോദിച്ചു. അവൻ വേണ്ട തലയാട്ടിക്കൊണ്ട് അവളെ പുണർന്നു. അതെന്താ? അവന്റെ തലയിൽ തലോടിക്കൊണ്ട് അവൾ ചോദിച്ചു. അവൻ അവളെ നോക്കി. അവന്റെ പ്രിയപ്പെട്ടവരുടെ സാമീപ്യം അത്രത്തോളം അവൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ആ ക്ലാസ്സിലിരിക്കുന്നതിനേക്കാൾ സമാധാനം എനിക്ക് നിന്റെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന അവഗണനയും കളിയാക്കലുകളും മാത്രമാണ്. പക്ഷെ നിന്റെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആശ്വാസമാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ എന്ത് രസമാണോ. കൈകൾ കൊണ്ട് മനോഹരമായി സംസാരിക്കുന്നവൻ അവൾ കൺസിമാതെ നോക്കി. സാറയുടെ കണ്ണുകൾ നിറഞ്ഞു. ആണോ? അവൻ പതുക്കെ തലയാട്ടി. പക്ഷേ എനിക്ക് റസിയോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. സാറ പതുക്കെ എഴുന്നേൽക്കാൻ നോക്കി. സിദ്ധാർത്ഥ അവളുടെ കൈകൾ പിടിച്ചു നിർത്തി അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് കൈകൾ അനക്കി. വേണ്ട, പോകണ്ട, ഈ പീരീഡ് കൂടി പ്ലീസ്, നമുക്കിങ്ങനെ ഇരിക്കാം. അവന്റെ ആ ചേർത്ത് പിടിക്കലിൽ, ആ ഹൃദയമിടിപ്പിൽ അവളോടുള്ള പ്രണയം അലയടിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് സാറ എതിർക്കാൻ നിന്നില്ല. ആദ്യത്തെ പീരീഡിന് ശേഷം അവൾ റസിയുടെ അടുത്തേക്ക് പോയി. നീ എന്നടി ഫസ്റ്റ് പീരീഡ് മുങ്ങിയതിനടി ഏട്ടനവിടെ ഇരിക്കാൻ പറഞ്ഞു. നടക്കട്ടെ. എടി, ഞാൻ കാര്യം ചോദിക്കട്ടെ? ആ പറ. എൻ്റെ ഇശാന്റെ പെണ്ണായിട്ട് വരുന്നോടി നീ? എന്താ കേട്ടില്ലേ നീ? എടി, അത് എനിക്ക് ഇഷ്ടമില്ലായിട്ടല്ല, പക്ഷെ രണ്ടും മതം നിനക്ക് ഇഷ്ടമാണല്ലയോ? അത് പിന്നെ ഇഷ്ടം തോന്നാതിരുന്നിട്ടൊന്നുമില്ല. ആ അത് മതി. ഓ, അപ്പൊ ഇനി മുതൽ നീ എൻ്റെ നാത്തുവിന് പോടി. എൻ്റെ റസിയൊക്കെ നാണോ? മുഖം മറക്കാൻ ശ്രമിക്കുന്ന റസിയുടെ കൈകൾ മാറ്റിക്കൊണ്ട് സാറ പറഞ്ഞു. പോടി. ഇശായോ, അവള് പച്ചക്കടി കാണിച്ച് എപ്പോഴാ പറയുന്നേ? ഉടനെ തന്നെ പറയണം. വൈകുന്നേരം സ്റ്റീഫന്റെ മുറിയിൽ നിന്ന് ഓരോ കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുകയാണ് സാറ. അപ്പോഴേക്കും കുര്യൻ അങ്ങോട്ടേക്ക് വന്നു. എന്താ ഇവിടെ ഇച്ചാരുമ്പോളും കൂടെ? ഒന്നുമില്ലപ്പ, ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിക്കായിരുന്നു. ഞാൻ വന്ന ഒരു സീരിയസ് കാര്യം പറയാനാ. എന്താപ്പാ? നാളെ ഒരു കൂട്ടര് വരുന്നുണ്ട് നിന്നെ പെണ്ണ് കാണാൻ. ഒരു ഇടിമുഴക്കം പോലെയാണ് ആ വാർത്ത അവിടെ ചങ്കിൽ തറച്ചത്. ഞാനിപ്പോ പഠിക്കുമല്ലേ, ഇപ്പൊ കല്യാണം വേണ്ടപ്പാ. നല്ല കാശുള്ള വീട്ടിലെ കൂട്ടരാ, നിന്നെ പഠിപ്പിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ നിലക്കും വിലക്കും ചേരുന്നവരുവാ. പക്ഷെ അപ്പ, ഇത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ നീ ഇനി പോകണ്ട, അത്ര തന്നെ. അപ്പ, അയാൾ അവിടെ വാക്കുകൾ കേൾക്കാതെ പോയി. ഈശേ പറ, അപ്പയോട് പറ, എനിക്കിപ്പോ കല്യാണം വേണ്ട. പെണ്ണ് കാണലല്ലയോടി, അതവരങ്ങ് നടത്തട്ടെ. കല്യാണം എന്തായാലും നടക്കില്ല, നിന്നെ ആ നാട് കടത്തി തരും. പക്ഷേ അവൾക്ക് അറിയാൻ തുടങ്ങി. ഒന്നുമില്ലെന്ന് വെച്ച് നീ നിനക്ക് അറിയാതെ. ആൾക്ക് എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥിനെ കാണണം. ഒരു വട്ടം കൂടി അവൻ്റെ ആ നെഞ്ചിൽ ചേർന്ന് നിൽക്കണമെന്ന് തോന്നി. പിറ്റേ ദിവസം അവൾ കോളേജിൽ പോയില്ല. സിദ്ധാർത്ഥ അവളെ കാണാതെ വല്ലാതെ ആശങ്കപ്പെട്ടു. അന്ന് അവൻ ഉച്ചയ്ക്ക് തന്നെ തിരികെ പുറപ്പെട്ടിരുന്നു. അവളുടെ വീടിന് മുമ്പിൽ പുതിയ കാർ വന്നിന്ന് കണ്ട് അവനൊന്ന് അമ്പരന്നു. അവന്റെ കണ്ണുകൾ അങ്ങോട്ടേക്ക് പാഞ്ഞു.
കാറിൽ നിന്ന് കുറച്ചു പേര് ഇറങ്ങി വന്നു. ആ സൂസൻ, ദേ അവരെത്തി, നീ മോള് റെഡി ആയിക്കോ. കുര്യൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു വന്നതികളെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി. സിദ്ധാർത്ഥിന്റെ കൈകാലുകൾ വിറക്കുന്നുണ്ട്. തന്റെ പെണ്ണിനെ പെണ്ണ് കാണാൻ വന്നവരാണ് അവരെന്ന് അവന് മനസ്സിലായി. അപ്പോ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൻ മനസ്സിൽ ആലോചിച്ചു. പറ്റിക്കുകയായിരുന്നു. ഏയ് അല്ലായിരിക്കും, വീട്ടിൽ നിർബന്ധിച്ചാവും. പക്ഷേ അവൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.